ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ആയിരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അതായത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ, എക്സ്പാൻഡിങ് പോപ്പുലേഷൻ ആൻഡ് സ്റ്റേബിൾ പോപ്പുലേഷൻ. എക്സ്പാൻഡിങ് പോപ്പുലേഷൻ അഥവാ പോസിറ്റീവ് ഗ്രോത്ത്, സ്റ്റേബിൾ പോപ്പുലേഷൻ അഥവാ സീറോ ഗ്രോത്ത്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ അഥവാ നെഗറ്റീവ് ഗ്രോത്ത്. ഓർമ്മയുണ്ടല്ലോ. ബാക്കി പഠിക്കുന്നത് പോപ്പുലേഷൻ സൈസ് എന്നൊരു സംഭവം. പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പ്രത്യേക സമയത്ത് കാണപ്പെടുന്ന ജീവജാലങ്ങളുടെ എണ്ണം. അത് ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ആയിക്കോട്ടെ. പൂച്ചയുടെ പോപ്പുലേഷൻ ആവാം, പല്ലിയുടെ ആകാം, മനുഷ്യന്റെ ആകാം, എരുമകളുടെ ആകാം. ഏതെങ്കിലും ഒരു ജന്തുവിന്റെ, ഒരു സ്പീഷീസിൽ പെട്ടിട്ടുള്ള ഒരു ജന്തുവിന്റെ പോപ്പുലേഷൻ ഒരു പ്രത്യേക സമയത്ത് ഒരു വർഷം ഉണ്ടായത് അങ്ങനെ എടുക്കാം. ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ വർഷം ഉള്ള ആൾക്കാരുടെ എണ്ണം, അതാണ് പോപ്പുലേഷൻ സൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ എണ്ണം അങ്ങനെ കണക്കാക്കുന്നതിന് വ്യത്യാസമുണ്ട്. തുടക്കത്തിൽ അവസാനം വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഒരു വർഷത്തിന് ഇപ്പൊ 2020 ജനുവരിയിലുള്ള ജനങ്ങളുടെ എണ്ണമല്ല 2020 ഡിസംബർ ആകുമ്പോൾ വേരിയേഷൻ വരും അല്ലേ? ആ വേരിയേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ എത്ര പേര് ജനിച്ചു, എത്ര പേര് വന്നു ചേർന്നു അല്ലേ? ഇപ്പൊ ജനിച്ചു വന്നു ചേർന്നതെല്ലാം എന്ത് വേണം? കൂട്ടണം. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നതിനോട് അത് കൂട്ടണം. ആദ്യം 1000 പേരുണ്ടായിരുന്നു നിങ്ങളുടെ പഞ്ചായത്തിൽ, 50 കുട്ടികൾ ജനിച്ചു, അപ്പൊ കൂട്ടണം 1050. 100 പേര് മറ്റൊരു പഞ്ചായത്തിൽ ഇങ്ങോട്ട് താമസം മാറി, അപ്പം 1050 100. ഒരു 20 പേര് മരിച്ചുപോയി, അപ്പൊ അത് കുറയ്ക്കണം അല്ലേ? 25 പേര് ഗൾഫിലേക്ക് പോയി, അത് കുറയ്ക്കണമല്ലോ. അപ്പൊ കൊള്ളണം കിട്ടത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ പോപ്പുലേഷൻ സൈസ് കണ്ടുപിടിക്കുന്നത് അല്ലേ? സോ എന്താ നോക്കൂ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഹാബിറ്റാറ്റ് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഹാബിറ്റാറ്റ് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്. ഒരു നിശ്ചിത വർഷം അല്ലെങ്കിൽ ഇത്ര മാസം അവിടെയുള്ള ജനസംഖ്യ ഡെൻസിറ്റി, സാന്ദ്രത, അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷന്റെ സൈസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ സൈസ്, ഡെൻസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ എ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ഏരിയ ഇൻ എ ഗിവൺ ടൈം. ഇപ്പം കേരളത്തിൽ നെല്ലിയാമ്പതി എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള മുയലുകളുടെ എണ്ണം, അപ്പോൾ അത് ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണ്. അത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിപ്പെൻഡ് ഓൺ ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ്. ഇൻക്രീസ് വരും, ഡിക്രീസും വരും. എങ്ങനെ ഇൻക്രീസ് വരുന്നത്? ജനിക്കുക, വന്നു ചേരുക, ഇൻക്രീസ്; മരിക്കുക, വിട്ടുപോകുക, ഡിക്രീസ്. ഇതെല്ലാം ചേർത്താണ് എന്ത് കണ്ടുപിടിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. ഇപ്പൊ ജനിക്കുക എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ബർത്ത് റേറ്റ് അല്ലേ? അത് റേറ്റാണ്. ജനനം എന്നുള്ള എന്താ വിളിക്കുന്നത്? ആ ജനത്തിന്റെ എണ്ണത്തിന് നേറ്റാലിറ്റി എന്നാണ്. നേറ്റാലിറ്റി, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഗിവൺ ബർത്ത് ഇൻ ദ ലിമിറ്റഡ് പീരീഡ്. ആ സമയത്തോട് ജനിച്ച കുട്ടികളുടെ എണ്ണം, ആ ഒരു വർഷം ജനിച്ച കുട്ടികളുടെ എണ്ണം, അതാണ് നേറ്റാലിറ്റി. നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ് വിച്ച് ഈസ് ആഡഡ് ഇൻ ടു ദ ഇനീഷ്യൽ പോപ്പുലേഷൻ. നേറ്റാലിറ്റി, number of individual given birth or added into the population. അല്ലെങ്കിൽ number of individual number of birth occurred during the given period. നിശ്ചിത സമയത്ത് നടന്നിട്ടുള്ള ബർത്ത് അതെന്ത് ചെയ്യണം? ആ ഇനീഷ്യൽ പോപ്പുലേഷൻ കൂട്ടിച്ചേർക്കണം. അടുത്തത് മോർട്ടാലിറ്റി. ഇത് കൂട്ടുകയാണ് അല്ലേ? ഇത് കൂട്ടണം. ഇതോ മരണനിരക്കാണ്. അപ്പൊ നമ്പർ ഓഫ് ഡെത്ത് in a given period that must be reduced from the initial population. അത് കുറയ്ക്കണം, ഡിക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം അല്ലേ? നോക്കൂ, നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൺ പീരീഡ് ദാറ്റ് മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ഫ്രം ദ ഗിവൺ പോപ്പുലേഷൻ. ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യൽ പോപ്പുലേഷനിൽ നിന്ന് കുറയ്ക്കണം. സോ ഇത് കുറയ്ക്കുകയാണ്. അടുത്തത് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ വന്നു ചേരുകയാണ്. ഇമിഗ്രേഷൻ. സോ അത് ചേർക്കും. മറ്റേ പഞ്ചായത്ത് ഇങ്ങോട്ട് വന്നൂടെ? ഇപ്പൊ നിങ്ങളുടെ പഞ്ചായത്ത് അടുത്ത പഞ്ചായത്ത് പത്തിൽ താമസിക്കാൻ വന്നു, അല്ലെങ്കിൽ തൃശ്ശൂർ കുറച്ചവര് ഇവിടെ വന്ന് വീട് വെച്ച് താമസിക്കുന്നു, അത് ചേരുമല്ലേ? അത് കൂട്ടുകയല്ലേ? ഇനി എമിഗ്രേഷൻ. എമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് പോകുന്ന എമിഗ്രേഷൻ എടുക്കത്തില്ല അല്ലേ? വിദേശത്ത് പോലെ അവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയും അല്ലേ? എന്താണ് എമിഗ്രേഷൻ ക്ലിയറൻസ് എടുക്കുന്നത്? നിങ്ങൾ വിദേശത്ത് ജോലിക്ക് വേണമെങ്കിൽ അവിടെ ചിലപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ താമസിക്കത്തില്ലേ? അല്ല, നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ തിരിച്ചിവിടെ കൊണ്ടാക്കേണ്ടത് ഇവിടുന്ന് അവിടെ ചിലപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ബാധ്യതയായി മാറും. അതുകൊണ്ട് ആ പണം നിങ്ങൾ ആദ്യമേ കെട്ടിവെക്കണം. അഥവാ ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചുവിടാൻ കൊണ്ടാക്കാനുള്ള പണം നിങ്ങൾ ആദ്യമേ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ്, അതാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വന്നു ചേരുന്നത് ഇമിഗ്രേഷൻ, പുറത്തേക്ക് പോകുന്നത് എമിഗ്രേഷൻ. അപ്പൊ എന്താണ് ഇമിഗ്രേഷൻ? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കം ടു ദ ഹാബിറ്റാറ്റ് ഫ്രം എൽസ് വെയർ. എവിടുന്ന് ആയിക്കോട്ടെ. ഇപ്പൊ ഒരു പ്രത്യേക പുൽമേട്, നെല്ലിയാമ്പതി പുൽമേടിലേക്ക് എവിടുന്നോ കുറെ പൂച്ചകൾ വന്നു ചേർന്നു, അല്ലെങ്കിൽ മുയലുകൾ വന്നു ചേർന്നു. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ കെയിം ടു ദ ഹാബിറ്റാറ്റ് ഫ്രം എൽസ് വെയർ. എവിടുന്ന് ആയിക്കോട്ടെ, വന്നു ചേർന്ന് മാത്രം നോക്കിയാൽ. And what is emigration? Number of individuals that have left the habitat to elsewhere during the period. നമ്മുടെ നിശ്ചിത സമയത്തുള്ളിൽ
ഇവിടുന്ന് ഇങ്ങോട്ടോ പോയാൽ ആ ജന്തുക്കളെ തന്നെ എന്താണ് എമിഗ്രേഷൻ. സോ വാട്ട് ആർ ദ 4 ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ പോപ്പുലേഷൻ സൈസ്? നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ. അതിൽ ഏതൊക്കെയാണ് ചേർക്കപ്പെടുന്നത്? നേറ്റാലിറ്റിയും അതുപോലെ ഇമിഗ്രേഷൻ ചേർക്കപ്പെടുമ്പോൾ മോർട്ടാലിറ്റിയും അതുപോലെ എമിഗ്രേഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ചാർട്ട് പോലെ എഴുതാം. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കൊരു ചാർട്ട് പോലെ എഴുതി നോക്കാം. പോപ്പുലേഷൻ ഡെൻസിറ്റി എങ്ങനെ എഴുതാം? പോപ്പുലേഷൻ ഡെൻസിറ്റി അത് നമ്മൾ എഴുതുന്നത് എൽ റെപ്രസെന്റ് എൽ. ഞാനിങ്ങനെ വട്ടത്തിൽ എഴുതില്ല, എൽ. പോപ്പുലേഷൻ ഡെൻസിറ്റി എൽ. പലതും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നേറ്റാലിറ്റി, ബി ബർത്ത് എന്നുള്ളതില്ല, അത് ചേർക്കുമല്ലേ? അപ്പൊ ഇങ്ങനെ അപ്പൊ ഇതെന്തായിരിക്കും? പുറത്തേക്ക് പോകുന്നത് മോർട്ടാലിറ്റി, ഡി ഡെത്ത്, മോർട്ടാലിറ്റി ഡി ഡെത്ത്. ഇനി ഇമിഗ്രേഷൻ വന്നു ചേരുകയാണ്. അപ്പൊ ഇമിഗ്രേഷൻ ഐ. ഇനി എന്താണ്? എമിഗ്രേഷൻ. അത് പോവുകയാണ്, പുറത്തേക്ക് പോകണം അല്ലേ? അപ്പൊ നമുക്കിവിടെ പ്ലസ് നിടാം, ഇവിടെ പ്ലസ് നിടാം, ഇവിടെ മൈനസ് നിടാം. മനസ്സിൽ ചിഹ്നം കൊണ്ട് തന്നെ മനസ്സിലാക്കാം അല്ലേ? അപ്പൊ എമിഗ്രേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഇ. അപ്പൊ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് ഇതും ഇതുകൊണ്ട് ഒന്ന് ചേരുന്നതിന് ഇത് രണ്ടും ചേരുന്നു, ഇത് രണ്ടും കുറയ്ക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത സമയത്തുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ക്യാൻ ബി റൈറ്റഡ് ലൈക്ക് ദിസ്. NT ഈസ് ഈക്വൽ ടു NT എന്ന് വെച്ച് കഴിഞ്ഞാൽ NT പ്ലസ് 1 ആണ്. NT പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ഈസ് ഈക്വൽ ടു NT, that is number of individual at the time. Population density is equal to number of individual at the time, initial number of population എന്ന് പറയുന്നത്, പ്ലസ് ബി പ്ലസ് ഐ. ശരിയല്ലേ? ബി പ്ലസ് ഐ മൈനസ് ബി പ്ലസ് ഇ. ശരിയല്ലേ? അതായത് ഇത് രണ്ടും കൂട്ടുക, എന്നിട്ട് അതിൽ നിന്ന് ഇത് രണ്ടും കൂട്ടി കുറയ്ക്കുക. അപ്പോൾ ബി പ്ലസ് ഐ മൈനസ് ബി പ്ലസ് ഇ ആയിരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ഇസ് NT, ദാറ്റ് ഈസ് ഇനീഷ്യൽ പോപ്പുലേഷൻ. ആദ്യമുണ്ടാകുന്ന പോപ്പുലേഷൻ സിമ്പിൾ അല്ലേ? നിങ്ങളുടെ പഞ്ചായത്തിൽ 1000 പേരുണ്ടായിരുന്നു, 10 കുട്ടികൾ ജനിച്ചു, 20 പേര് വന്ന് ചേർന്നു. അപ്പൊ എത്രയാണ്? 1030. 10 പേര് മരിച്ചു, അപ്പൊ അത് കുറയ്ക്കണം, 1020. 20 പേര് വിദേശത്ത് പോയി, അപ്പൊ വീണ്ടും 1000 അല്ലേ? ഇങ്ങനെ കണക്കാക്കാം. അത് തന്നെയാണ് മനസ്സിലായി. ഇനി ഇത് കൂടുതലാണെങ്കിൽ, ഈ രണ്ടെണ്ണം കൂടുതലാണെങ്കിൽ ബർത്ത് റേറ്റ് ഇത് കൂടുകയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും അല്ലെ? കൂടുതൽ കുട്ടികൾ ജനിച്ചു, കൂടുതൽ വന്നു ചേർന്നു. ഇത് രണ്ടും കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. ശരിയല്ലേ? B and I if increasing, the population density increasing. If D plus E is increasing, the population density decreasing. ശരിയല്ലേ? അതൊക്കെ ഓർത്തെല്ലാം പോയിന്റ് ആണ്, പലവണ അടിച്ചടിച്ചത് കണ്ടോണം. ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? അതിങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പടം മനസ്സിലായാലും പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചത്. പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കോളത്തിനകത്ത് നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ എന്നിവ ചേർക്കാൻ പറയും. അപ്പൊ എല്ലാവരും കുഴപ്പമില്ല, ഇത് നേറ്റാലിറ്റി, ഇത് മോർട്ടാലിറ്റി, ഇത് ഇമിഗ്രേഷൻ അല്ലേ? അങ്ങനെയല്ല, ഒരു നിയമമുണ്ട്. അതായത് നേറ്റാലിറ്റി, മോർട്ടാലിറ്റി വട്ടത്തിലായിരിക്കണം, ഇമിഗ്രേഷൻ ചതുരത്തിലായിരിക്കണം എന്ന നിയമമുണ്ട്. മനസ്സിലായി? അതിനുള്ള ബാധകമാണ്.
അത് വെച്ചുകൊണ്ട് എഴുതാം. അപ്പൊ ഇതെന്താണ്, ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് എന്താണ്, മോർട്ടാലിറ്റിയാണ്. ദാറ്റ് ഈസ് ബി. ഇത് നമ്മൾ ചേരുകയാണ്, നേറ്റാലിറ്റി അല്ലെ. ദാറ്റ് ഈസ് നേറ്റാലിറ്റി, ദാറ്റ് ഈസ് ബി, ബർത്ത്. ഇത് നമ്മൾ ചേർത്ത് ദിസ് ഇസ് എമിഗ്രേഷൻ. ദിസ് ഇസ് എമിഗ്രേഷൻ, ദാറ്റ് ഈസ് ബി. ശരിയല്ലേ? നിങ്ങൾ ഇത് പറഞ്ഞിരിക്കുമ്പോൾ പരീക്ഷിക്കുമ്പോൾ ഈ വട്ടം ശ്രദ്ധിച്ചോണം. ഈ റൗണ്ട് അപ്പോൾ എന്തായിരിക്കണം, നേറ്റാലിറ്റി മോർട്ടാലിറ്റി ആയിരിക്കണം. ഇത് പോപ്പുലേഷൻ സ്റ്റഡീസിലുള്ളതാണ്. പോപ്പുലേഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. അതിനകത്തുള്ള പോയിന്റുകളാണ് നമ്മൾ ഇതേ പഠിക്കാനായിട്ടുള്ളൂ, മനസ്സിലാക്കി വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഇൻ എ ന്യൂ ഹാബിറ്റാറ്റ് കോളനൈസ്ഡ് നമ്പർ ഓഫ് ഇമിഗ്രേഷൻ വിൽ ബി കോൺട്രിബ്യൂട്ട് മോർ ദാൻ ബർത്ത് റേറ്റ്. ഒരു പുതിയ ഹാബിറ്റാറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ചേരുന്നവരായിരിക്കും അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി തീരുമാനിക്കുന്നത്. അത് ശരിയല്ലേ? ഇപ്പോ ഒരു വേലി കെട്ടി മറച്ചിരുന്ന ഒരു റബ്ബർ തോട്ടം, അതിന്റെ ഉടമ വേലിയെല്ലാം പൊളിച്ചങ്ങാണ് ഒരു ദിവസം. അതിനും അവിടെ ഒരു ജന്തുക്കളും ഇല്ലായിരുന്നു. അപ്പോൾ അതിന്റെ ഉടമ വേലിയെല്ലാം പൊളിച്ചങ്ങാണ് അല്ലേ. അപ്പം കുറെ കഴിഞ്ഞ അവിടെ വരുന്ന ജന്തുക്കളെല്ലാം അവിടെ വന്നിട്ട് ജനിച്ചവരായിരിക്കും, പറ്റുന്നത് ഓടി വന്നവരായിരിക്കും. ജനിച്ച് വർത്തിക്കാൻ കുറെ സമയമെടുക്കും. അതിനേക്കാൾ മുമ്പ് തന്നെ മറ്റുള്ളവർ ഓടിയെത്തുകയായിരിക്കും. നേരത്തെ അവിടെ എത്താതിരുന്നത് വേലിയുള്ളതുകൊണ്ടായിരുന്നു. ഇപ്പൊ വേലിയില്ല, പട്ടികളും പൂച്ചകളും കാക്കകളും മുയലുകളും എല്ലാം ഓടിയും കൂടുകയാണ് അല്ലേ. അല്ലാതെ 2 മുയൽ വന്നത് മൾട്ടിപ്ലൈ ചെയ്യാനോ ചെയ്യുന്നത് അതിന് കുറെ സമയമെടുക്കും. അതിനേക്കാളും പ്രധാനമായിട്ട് കൂടുതൽ ആൾക്കാർ വന്ന് ചെയ്യുക. അതായത് കൊടുത്തിരിക്കുന്നത് ന്യൂ ഹാബിറ്റാറ്റ് കോളനൈസ്ഡ് നമ്പർ ഓഫ് ഇമിഗ്രേഷൻ വിൽ ബി കോൺട്രിബ്യൂട്ട് മോർ ദാൻ ബർത്ത് റേറ്റ്. എൻട്രൻസ് ആണ് ചോദിക്കുന്നുള്ളൂ, ബോർഡ് എക്സാം ചോദിക്കത്തില്ല. ബോർഡ് എക്സാം ചോദിക്കുന്നത് ഈ സാധനമാണ്. പഠിച്ചൊന്നുമില്ല, ഇത് പുസ്തകത്തിന് കൊടുത്തിട്ടുണ്ട്, നെയിം സൈറ്റ് കാണിക്കുന്നത്, ഇതെല്ലാം തന്നെ പഠിച്ചു. ഇനി ഹൗ ടു കൺട്രോൾ ബർത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ കൊടുത്തു. ഹൗ ടു കൺട്രോൾ പോപ്പുലേഷൻ ഗ്രോത്ത്. അതിനകത്ത് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വലിയ ഡീറ്റെയിൽസ് ആയിട്ട് ആവശ്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട്, അതുപോലെ സിഗ്മോയിഡ് ഗ്രോത്ത് റേറ്റും ഉണ്ട്. എന്താണ് എക്സ്പൊണൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇപ്പോ ഒരു ഹാബിറ്റാറ്റില് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ അവ പെറ്റി വരികാനും കാരണമാകുന്നത് അതിന്റെ റിസോഴ്സസ് ആണ് അല്ലെ. റിസോഴ്സ് ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും 2 തരത്തിലാണ് ജന്തുക്കൾ വർത്തിക്കുന്നത്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കഥ പറഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാവും. നിങ്ങളൊരു വീട്ടില് ഒരുപാട് ഈ അടുക്കളയിൽ ഒരുപാട് എച്ചിരി വാരിയിടുന്ന ഒരു വീടാന്ന് വെച്ചോളൂ. രാത്രി ആകുമ്പോഴത്തേക്ക് പാത്രങ്ങളെല്ലാം തിന്ന പാത്രങ്ങളെല്ലാം വാരി വിട്ടിട്ടേക്കും, കഴുകത്തില്ല. പിറ്റേ രാവിലെ കഴുകത്തുള്ളൂ. പിന്നെ ഭക്ഷണത്തിന്റെ ഉണ്ടാക്കിയ ബാക്കി വേസ്റ്റ് എല്ലാം അടുക്കള വാരി ചെറിയിട്ടേക്കും. എന്നിട്ട് അടുപ്പിന്റെ അടിയിലായിട്ട് കുറെ വിറകും അടുക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ അൺലിമിറ്റഡ് ആയിട്ട് വരിക. റിസോഴ്സ് എന്താണ്? പാറ്റകളെ കുറിച്ച് ചിന്തിക്കും. പാറ്റകളുടെ പോപ്പുലേഷനെ കുറിച്ച് പറയാൻ പോലെ പാറ്റകൾ എന്തെങ്കിലും റിസോഴ്സ് ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? ഏകദേശം അൺലിമിറ്റഡ് ആണല്ലേ. ധാരാളം ഭക്ഷണം രാത്രി തിന്നാൻ ഇങ്ങനെ കിടപ്പുണ്ട്, ഒളിച്ചിരിക്കാൻ ധാരാളം സ്ഥലവുമുണ്ട്. ഇത് 2 പോരെ പാറ്റയ്ക്ക്. ഒരു പാറ്റയ്ക്ക് ജീവിക്കാൻ എന്ത് വേണം? ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും വേണം, ഭക്ഷണവും വേണം. അപ്പൊ ഈ പാറ്റ എന്താ? റിസോഴ്സസ് അൺലിമിറ്റഡ് അല്ലെ. അൺലിമിറ്റഡ് ഞാൻ പറയുന്നത് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അൺലിമിറ്റഡ് അല്ല, ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പാറ്റയെ സംബന്ധിച്ച റിസോഴ്സ് എന്താണ്? ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും കൊടുക്കും. അതിന്റെ റിസോഴ്സ് ആണ്. അത് ലിമിറ്റഡ് കണ്ടീഷനിൽ വരാം, അൺലിമിറ്റഡ് കണ്ടീഷനിൽ വരാം. ഓക്കെ, നമുക്ക് അത് അൺലിമിറ്റഡ് കണ്ടീഷൻ സാധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നിടത്തേ വരത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവത്തിൽ മാത്രമേ അൺലിമിറ്റഡ് കണ്ടീഷൻ വരത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ലിമിറ്റഡ് കണ്ടീഷനാണ്. അൺലിമിറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞപ്പം പാറ്റയ്ക്ക് വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റ 2, 4, 8, 16, 32 ഇങ്ങനെ വർദ്ധിച്ചു വന്നിട്ട് വീട് മുഴുവനും പാറ്റയാവും ഇല്ല. പാറ്റയ്ക്ക് വർദ്ധിക്കാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കില്ല. ഒരു പുതിയ വീട് വെച്ച് പുതിയ വീട് വെച്ചപ്പോഴത്തേക്ക് പാറ്റ ശല്യമുള്ള വീട്ടിൽ നിന്നാണ് നിങ്ങൾ വന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തീരുമാനിച്ചു ഈ പുതിയ വീട്ടിൽ ഒരിടത്തും പാറ്റ ഇരിക്കാൻ ഇടയാവരുതെന്ന് പറഞ്ഞ് വളരെ കെയർഫുൾ ആയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കഥകിന്റെ ഇടയിൽ ബുക്ക് ഷെൽഫിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരു 50 പാറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും 50 പാറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഭക്ഷണമൊക്കെ ഇതെന്ന് എത്ര ഇട്ടാലും ശരിച്ച് വേസ്റ്റായിട്ട് അവിടെ ജീവിക്കുന്നു. അപ്പൊ പുതിയ വീടാണ്, അവിടെ പാറ്റയില്ല. ഓക്കെ, നിങ്ങൾ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുവന്നു. നിങ്ങൾ പഠിക്കുന്ന ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പൊ 2 പാറ്റ അവിടെ വരും അല്ലേ.
പാറ്റയുടെ സാധനം അവിടെ ഇരിക്കുന്നത് ആൾ വനക്കില്ലാത്തതൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ ബുക്ക് ചെയ്ത് 2 പാറ്റ അവിടെ ചാടി വരും. ഒരാൺ പാറ്റയും പെൺ പാറ്റയും വെച്ചോളൂ അവിടെ വന്നത്. ഇപ്പൊ പാറ്റയുടെ എണ്ണത്തിലാണ് 2 അല്ലേ. ഇത് ഇട ചേർന്ന് മുട്ടയിട്ട് അത് പിന്നെ 4 ആ 4 പാറ്റയുടെ മുട്ടയിട്ടപ്പോഴത്തേക്ക് ഉണ്ടായ കുട്ടികൾ വർദ്ധിച്ചപ്പോൾ 8 പിന്നെ 16 വീണ്ടും 32 പിന്നെ 64 ആവുമോ? ഇല്ല. എന്താ കാര്യം? അവിടെ 50 പാറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. 51ാമത്തെ പാറ്റ പകലിറങ്ങി നടക്കും, നിങ്ങൾ അടിച്ചു കൊല്ലും അല്ലേ. അപ്പൊ 50 പാറ്റ കഴിഞ്ഞ് 51ാമത് ഏത് പാറ്റ എന്നാലും നിങ്ങൾ കൊല്ലും. അപ്പൊ അവിടെ എത്ര പാറ്റ ഇരിക്കാൻ പറ്റുള്ളൂ? 50 ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ റിസോഴ്സ് ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ഭൂമിയിൽ ഏത് ജന്തുവിനും റിസോഴ്സ് ലിമിറ്റഡ് ആണ് അല്ലേ. റിസോഴ്സ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങളുടെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? അത് നമുക്കൊരു ഇങ്ങനെ വരയ്ക്കാം. ഒരു ഗ്രാഫ് വരച്ചാൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച ഇങ്ങനെയാണ് വർദ്ധിക്കുന്നത്. ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസംഖ്യയുടെ എണ്ണം നമുക്ക് ഇങ്ങനെ അടിക്കാം. അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ N എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ വരയ്ക്കാം ആദ്യം. ഇത് ഇങ്ങോട്ട് സമയമാണ്. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച. ഇത് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ആദ്യ ആഴ്ച 2 ഉണ്ടായിരുന്നു. 2 പിന്നെ അത് അടുത്ത ആഴ്ച 4 പിന്നെ 8 16 32 അല്ലേ. പിന്നെ എത്രയായി? 50. അപ്പൊ 50 ആയപ്പോ പിന്നെ ഒരിക്കലും വർദ്ധിക്കുന്നില്ലല്ലോ. അപ്പൊ നോക്കി ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ പോകത്തുള്ളൂ അല്ലേ. അപ്പൊ ഇതിവിടെ എന്താണ്? റിസോഴ്സ് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയ റിസോഴ്സ് ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ പോകുന്നത്. ഈ ഗ്രാഫിന് 3 ഭാഗം. ആദ്യം ഇത് ഭാഗത്ത് പോകും 2 4 പിന്നെ നേരെ 8 16 ഇങ്ങനെ പോകും. അപ്പൊ ആദ്യം ഒരു ലാഗ് ഫേസ് ആണുള്ളത്. ലാഗ് ഫേസ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ലോഗ് ഫേസ് അഥവാ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇത് നമുക്ക് സ്ഥിരമായി കഴിഞ്ഞാൽ സ്റ്റേഷനറി ഫേസ്. റിസോഴ്സ് ലിമിറ്റഡ് ആണ്. റിസോഴ്സ് ലിമിറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ 2 4 8 16 വർദ്ധിച്ച് 50 എത്തിയോ സ്റ്റഡി ആയിരിക്കും. എത്ര ദിവസം കഴിഞ്ഞാൽ 50 കാണത്തുള്ളൂ. ഗ്രാഫ് മനസ്സിലായാലും. പക്ഷെ റിസോഴ്സ് അൺലിമിറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ പോയാൽ ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോയാൽ അല്ലേ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കണ്ടത് എക്സ്പോണൻഷ്യലാണ്. പക്ഷെ ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഭാഗമാണ് എക്സ്പോണൻഷ്യൽ. പക്ഷെ ഈ ഗ്രാഫ് എന്താണ്? ഫുള്ളി എക്സ്പോണൻഷ്യൽ ആയിരിക്കും. ഇതെന്താണ്? ഇത് എസ് ഷേപ്പാണ്. ഇതിനെ സിഗ്മോയിഡ് എന്നാണ് വിളിക്കുന്നത്. സിഗ്മോയിഡ് കർവ് എന്നാണ്. എസ് പോലെ ഇരിക്കുന്നത് കണ്ട. പക്ഷെ എന്താണ്? ജെ നേരെ പോവാണ്. നേരെ പോയി കഴിഞ്ഞാൽ ഒരറ്റത്തിലും നിൽക്കുക. അതുകൊണ്ട് ജെ ഷേപ്പ് കർവ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് കാൾഡ് എക്സ്പോണൻഷ്യൽ. എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്ന് വിളിക്കും. അപ്പോൾ 2 തരത്തിൽ പോപ്പുലേഷൻ വർദ്ധിക്കാം. If resources is limited, it will be an S shape. If resources is unlimited, it will be a J shape. നേരെ അങ്ങ് പോകും. ഇത് നിൽക്കുന്നില്ല അല്ലെ. J shape എന്നാണ് വിളിക്കുന്നത്. നേരെയോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ റിസോഴ്സ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടിഷ്യൂ കൾച്ചർ ഒക്കെ ഉണ്ടല്ലോ. കൾച്ചർ ബാക്ടീരിയയുടെ കൾച്ചർ നടത്തും. ബാക്ടീരിയ വളരാൻ വേണ്ടിയുള്ള മാധ്യമം ഉണ്ടാക്കി അത് ബാക്ടീരിയ വളർത്തും. അപ്പം ഫുഡ് പറയുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മനുഷ്യൻ ഉണ്ടാക്കിയ ചില കൃത്യമായ സ്ഥലങ്ങളിലല്ലാതെ ഇങ്ങനെയുള്ള അൺലിമിറ്റഡ് റിസോഴ്സസ് ഇല്ല. എന്നാൽ എക്സ്പെരിമെന്റ് വേണ്ടി നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ there are 2 types of growth. ഒന്ന് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് where the conditions are favorable and resources are unlimited. കണ്ടോ, കണ്ടീഷൻ ഫേവറബിൾ ആയിരിക്കണം വേണം. നിങ്ങളുടെ വീട്ടിൽ പാറ്റ വളരാൻ വേണ്ടി എച്ചിലും കൊടുത്ത് വിറവ് കൊണ്ട് കൊടുത്താൽ മാത്രം പോരാ. എന്നിട്ട് ഭയങ്കര ചൂടാണ് അങ്ങനൊന്നും ഇരിക്കത്തില്ല. കണ്ടീഷൻ ഫേവറബിൾ ആയിരിക്കണം. ഭക്ഷണവും ഉണ്ട്, ഒളിക്കാൻ സ്ഥലമുണ്ട്, ടെമ്പറേച്ചറൊക്കെ ഉണ്ട്, അത്യാവശ്യം ജലമൊക്കെ ഉണ്ട്, ആരും ശല്യമൊന്നും ചെയ്യുന്നില്ല എങ്കിൽ നല്ല കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഫേവറബിൾ ആയിട്ടിരിക്കുകയും റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ ജന്തുക്കളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് ആ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്ത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. The maximum potential അല്ലേ, നമുക്ക് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഗ്രോ ഇൻടു മാക്സിമം പൊട്ടൻഷ്യൽ ഇസ് കാൾഡ് എക്സ്പോണൻഷ്യൽ ഓർ ജോമെട്രിക് ഫാഷൻ ഗ്രോത്ത്. ജോമെട്രിക് നോക്കൂ, ഇത് വർദ്ധിച്ച് 2 4 8 16 32 64 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു നിയന്ത്രണമില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഫോം അഥവാ ജോമെട്രിക് ഗ്രോത്ത് ഫോം.
അപ്പൊ രണ്ടുതരം പോപ്പുലേഷൻ ഗ്രോത്ത് ഏതാണ്? കണ്ടീഷൻ ഫേവറബിൾ ആയിരിക്കുകയും റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ ജന്തുക്കളുടെ എണ്ണം ഇങ്ങനെ ഇരട്ട പെരുക്കം പോലെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വിത്തൗട്ട് എനി കൺട്രോൾ. ദാറ്റ് ഇസ് കാൾഡ് ജെ ഷേപ്ഡ് കർവ് അഥവാ എക്സ്പൊണൻഷ്യൽ കർവ്. അത് മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ വർധനവ് 2, 4, 8, 16, 32 വരെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് 2 ഇക്വേഷൻസും കൂടെ പിന്നെ പറയാം. ഇനി ഈ ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ എന്നോട് മാറ്റി വരയ്ക്കാം. ഇത് മാറ്റി വരയ്ക്കാണ്. ഇത് ടൈം, ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇതെന്താണ്? ഇതാണ് എസ് ഷേപ്പ് കർവ്. ഇത് ജെ ഷേപ്പ് കർവ്. അപ്പൊ ഇതിങ്ങനെ അല്ലേ. അപ്പൊ ഇതിനകത്ത് 3 ഫേസ് ഞാൻ വരച്ചത്. ലാർജ് ഫേസ് നിങ്ങൾ വരച്ചെടുത്തോണം, അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള പടം എഴുതുന്നത് വരച്ചെടുക്കും. ഇത് എക്സ്പൊണൻഷ്യൽ കാരണം ഇത് ഇങ്ങനെ പോകുന്നോണ്ടാണ് ഈ ഭാഗത്ത് എക്സ്പൊണൻഷ്യൽ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലോഗ് എന്ന് വിളിക്കാറുണ്ട്. ഇത് സ്റ്റേഷനറി, സ്ഥിരമായി നിൽക്കുക. എത്ര കാലം കഴിഞ്ഞാലും ഇത് മാറ്റമില്ല. സ്റ്റേഷനറി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ലിമിറ്റഡ്, ഇത് അൺലിമിറ്റഡ് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ എ എന്നും ബി എന്നും എഴുതുകയാണ്. എ ഇസ് ആൻ എക്സ്പൊണൻഷ്യൽ. ഇതിനോട് എസ് ഷേപ്പ് കർവ് എന്നാണ് പറയുന്നത്. സിഗ്മോയിഡ്. This is called sigmoid curve. This is called exponential growth അഥവാ J shape അഥവാ exponential. ഇതാണെങ്കിൽ എസ് ഷേപ്പ് ആണ്, ഇത് ജെ ഷേപ്പ്. ഏതാ റിസോഴ്സ് അൺലിമിറ്റഡ്? ഇവിടെ ഒരു നിയന്ത്രണമില്ല. ഇവിടെ റിസോഴ്സ് ലിമിറ്റഡ് ഇവിടെ നിന്ന് മനസ്സിലായി. അപ്പൊ ഇതിനൊക്കെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഇക്വേഷൻ പഠിച്ചോണം. ഇവിടെ ബാധമായ ഇക്വേഷൻ dn by dt is equal to Rn എന്നാണ്. ഇക്വേഷൻ dn by dt is equal to Rn എന്താണെന്ന് എഴുതി പഠിച്ചേക്കണം. ഇവിടെ ഇക്വേഷൻ ബാധകമുണ്ട്. അതിന്റെ പേര് dn by dt is equal to Rn k minus n by k. ഓരോന്ന് എന്താ ഞാൻ പറയാം, ഓരോ അക്ഷരങ്ങൾ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കണ്ട, ഇൻട്രസ്റ്റ് വേണ്ടി പഠിച്ചാൽ. ഓക്കെ, ഞാൻ ഓരോന്ന് പറയാം. നോക്കോളൂ. If n is the population size, b is the birth rate, d is the death rate, t is the time, so dn by dt is equal to b minus d into n, where b minus d is equal to r, then dn by dt is equal to rn. അതാണ് പറഞ്ഞത്. n എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ r is an intrinsic rate of natural increase. അതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. കെ എന്താണെന്ന് ഞാൻ പറയുന്നത് സ്കാനിങ് കപ്പാസിറ്റി പിന്നെ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഡി എൻ ഡി ടി സികൾ ആർ മൈനസ് കെ എന്നെല്ലാം വന്നിട്ടുണ്ട്. കെ എൻ എല്ലാം വന്നിട്ടുണ്ട് അല്ലെ. എൻ എന്ന് പറയാൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രിൻസിക് ഗ്രോത്ത് റേറ്റ് പറഞ്ഞു. പിന്നെ ഡി എൻ ബൈ ഡി ടി ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ഈ ഗ്രാഫ് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതൊന്നും ബോർഡ് എക്സാം ചോദിക്കുന്നില്ല. ഈ ഗ്രാഫ് പക്ഷെ ബോർഡ് എക്സാം ചോദിക്കും. ഈ ഗ്രാഫിന് 3 ഭാഗങ്ങൾ ഇറക്കാൻ ചോദിക്കും. ഈ ഗ്രാഫിന്റെ പേരെന്താ ചോദിക്കും. ഇതൊക്കെ ചോദിക്കും. ഈ ഇക്വേഷൻ ബോർഡ് എക്സാം ചോദിക്കുന്നില്ല. രണ്ടു ചിന്ത മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇത് പോപ്പുലേഷൻ ഇക്വാളജി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ദഹിക്കത്തുമില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പഠിക്കാൻ വേണ്ട. ഇനി ഒരു കാര്യം പറയാം. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു പാറ്റകൾ വർദ്ധിച്ചാൽ മാക്സിമം എത്ര എണ്ണം വരെ വർദ്ധിക്കാം? 50. ഞാൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 50 എന്നായിരിക്കും. അതിന് കെ. K means carrying capacity. Carrying capacity. ഒരു ലോഡിക്കാരെ വിളിച്ചിട്ട് നിങ്ങൾ ചൂടോട്ട് പറയും കൊടുക്കണം. 50 വട്ടം വെച്ചു. അയാൾ പറയും 5 വയ്ക്കും 55, 5 വയ്ക്കും 60 മതി എന്ന് ചേർത്ത് അയാൾക്ക് ഇത്രയും ചുമക്കാൻ ഒക്കുന്നല്ലേ. അയാൾക്ക് വഹിക്കാൻ കഴിയുന്നതിന് മാക്സിമം ആണ് 60 ചൂടുകട്ട. അതുപോലെയാണ് ഒരു ഇക്കോസിസ്റ്റത്തിൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണെങ്കിൽ അവിടെ ജീവിക്കാൻ കഴിയുന്ന മാക്സിമം ജന്തുവിന്റെ എണ്ണത്തെ വിളിക്കുന്നവരാണ് കെ. ഇസ് എ carrying capacity. It's a maximum number of individuals which can survive and multiply and exist in an ecosystem where resources are limited. അതാണ് carrying capacity. മനസ്സിലായില്ല? അതാണ് ഈ ഇക്വേഷൻ. അതിവിടെ കെ കിടക്കുന്നുണ്ടല്ലോ. അതാണ് കെ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ഗ്രാഫ് വരച്ച് പഠിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്.
ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്ന് കേട്ടോളൂ. ക്യാരിങ് കപ്പാസിറ്റി ഇസ് എ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ദാറ്റ് പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ സർവൈവ് ബൈ ഇൻക്രീസ് ഡ്യൂ ടു റിസോഴ്സ് സപ്ലൈ ഈസ് മോർ. റിസോഴ്സ് സപ്ലൈ കൂടുതലായി വന്നാൽ പോലും അവിടെ ഒരു ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളുടെ മാക്സിമം എണ്ണത്തെ വിളിക്കുന്നവരാണ് ക്യാരിങ് കപ്പാസിറ്റി. ഇപ്പോ നിങ്ങളുടെ വീട്ടിൽ എലി ഉണ്ടെന്ന് വെച്ചോ, അവിടെ എത്ര എലിക്ക് താമസിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ? 5-6 എലി അല്ലെ, ഒരു 50 എലി ഉണ്ടെങ്കിലോ നിങ്ങൾ അടിച്ചു വരുന്നത് കാണാൻ കഴിയില്ല. 5-6 എലി വിളിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന എലിയുടെ എണ്ണം 5, ദാറ്റ് ഇസ് എ കെ. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പാറ്റയുടെ എണ്ണം 50, ദാറ്റ് ഇസ് എ കെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വളർത്താൻ കഴിയുന്ന പൂച്ചയുടെ എണ്ണം 3, അത് കെ. ഇല്ല, നിങ്ങളുടെ വീടിന്റെ എണ്ണം അനുസരിച്ച് അവിടെ ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം നിശ്ചിതമായിരിക്കും. ആൾക്കാരുടെ എണ്ണം കൂടുതൽ മുറികൾ വീണ്ടും പണിയും അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ഒരു ഹാബിറ്റാറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് then exponential growth population tremendously increase. എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനകത്ത് പോപ്പുലേഷൻ ട്രമെൻഡസ്ലി ഇൻക്രീസ് ചെയ്യും ആണല്ലോ. അത് ഇരട്ട പെരുക്കം പോലെ ട്രമെൻഡസ്ലി ഇൻക്രീസ് ചെയ്യും. 2, 4, 8, 16, 30 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അത് ഇരട്ട പെരുക്കം പോലെയാണല്ലേ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് രാജാവിനെ ഒരാൾ വന്ന് വെല്ലുവിളിച്ചു, ചതുരംഗം കളിക്കാൻ വെല്ലുവിളിച്ചു. ചതുരംഗം എന്ന് വെച്ചാൽ പഴയ ഇപ്പോഴത്തെ ചെസ്സാണ്. രാജാവ് ഒന്ന് ശരി സ്വീകരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്? അങ്ങ് ഈ കളി തോക്കുവാണെങ്കിൽ ഈ തോക്കുന്ന ഓരോ കുളത്തിലും നെന്മണി വെച്ചിട്ടാണ് എനിക്ക് നെന്മണിയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒന്നാമത്തെ കുളത്തിൽ വെക്കുന്നതിന് ഇരട്ടി വേണം രണ്ടാമത്തെ കുളത്തിൽ വെക്കാൻ. അപ്പൊ രാജാവ് വെച്ചു, എന്തോന്നും നെന്മണിയാണ് മറ്റൊരു ഒരു കാര്യം. രാജാവ് സംഭവിച്ചു, ഒരു കുളത്തിൽ വെക്കുന്നതിന് ഇരട്ടി രണ്ടാമത്തെ കുളത്തിൽ വെക്കണമെന്നേ ഉള്ളൂ. ശരി, ഒരു കളി തുടങ്ങി. ഒന്നാമത്തെ കളത്തിൽ തോറ്റു, രാജാവ് ഒരു നെന്മണി വെച്ചു. അടുത്തതിനകത്ത് തോറ്റു, 2 വെച്ചു. അടുത്തത് വീണ്ടും തോറ്റു, എത്ര വെക്കണം? 4. വീണ്ടും തോറ്റു, എത്ര വെക്കണം? 8. പിന്നെ എത്ര? 16. ഇങ്ങനെ പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് രാജാവ് മനസ്സിലായത് കൊച്ചു കാര്യമല്ല. 30 കോളം എത്തിയപ്പോഴത്തേക്കും രാജ്യത്തെ നെന്മണികളെല്ലാം തീർന്നു. പറഞ്ഞു നോക്കൂ, നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. 66 കോളം തികയണമെങ്കിൽ നെന്മണി കുറച്ചൊന്നും പോരാ അല്ലേ. പിന്നെ എണ്ണാനൊക്കെ നടന്നു തുടങ്ങി. മനസ്സിലായില്ല? അതാണ് അപ്പോഴാ കാര്യം മനസ്സിലാവുന്നത്. ഇത് കൊച്ചു കാര്യമല്ല. കേട്ടാൽ നിസ്സാരം, പക്ഷെ ചെയ്തു വരുമ്പോ അതികഠിനമാകും തോന്നും. അതാണ് ഈ ജനസംഖ്യയുടെ പെരുക്കം. 2, 4 ആയി, 4, 8 ആയി, 8, 16 ആയി. പക്ഷെ ആ ക്രമത്തിൽ 10 ലക്ഷം 20 ലക്ഷമായി. 20 ലക്ഷം പിന്നെ ഇരട്ടിയാണ്. 40 അല്ല ആവുന്നത് അല്ലേ. അങ്ങനെ പോവുകയാണ്. 20 ലക്ഷം പിന്നെ 30 അല്ല ആവുന്നത്, പിന്നെ 40 ആണ് ആവുന്നത്. 40 പിന്നെ 80 ആണ് ആവുന്നത് അല്ലേ. 40 ലക്ഷത്തിന് 40 × 40 ഇരട്ട പെരുക്കമാണല്ലേ. അതാണ് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ജനസംഖ്യ ക്രമാതീതം വർദ്ധിക്കും. അത് മനസ്സിലാക്കാൻ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. ലോജിസ്റ്റിക് ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ വിളിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അത് നിങ്ങൾ പഠിക്കണമെന്നില്ല, ഇത്രയും കൊണ്ട് ആ ഏരിയ അവിടെ അവസാനിപ്പിക്കുക. അപ്പൊ ക്യാരിങ് കപ്പാസിറ്റി എന്താണെന്ന് പഠിച്ചോണം. വീണ്ടും a given habitat has enough resource to support the maximum possible growth of an organism beyond which no further growth is possible. ഒരു ഇക്കോസിസ്റ്റത്തിൽ അവയുടെ ഗ്രോത്തിന് വേണ്ടിയുള്ള സപ്പോർട്ട് എല്ലാം ഇക്കോസിസ്റ്റം കൊടുക്കുമ്പോഴും ഒരു നിശ്ചിത എണ്ണത്തിൽ മാത്രമേ അവിടെ ജീവിക്കാനൊക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ നിലനിൽക്കാനൊക്കത്തില്ല. ഇപ്പൊ ഒരു പുൽമേടിൽ മാനുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരുപാട് മാനുകൾ എന്ന് കഴിഞ്ഞാൽ പുല്ലങ്ങൾ തീർന്നു, അത് ചത്തു അല്ലേ. ഒരു നിശ്ചിത മാനുകളെ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാനുകൾ നശിച്ചു പോകും. അങ്ങനെ ഒരു ജീവിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത എണ്ണത്തെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാരിങ് കപ്പാസിറ്റി. ഓക്കെ, അത് പഠിച്ചാൽ വലിയ സ്ഥിരം ചോദിക്കും, വാട്ട് ഈസ് ക്യാരിങ് കപ്പാസിറ്റി? നിങ്ങളുടെ അർത്ഥത്തിൽ എഴുതിയാലും മതി. ക്യാരിങ് കപ്പാസിറ്റി മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ദാറ്റ് ഇൻ എ പോപ്പുലേഷൻ ക്യാൻ സർവൈവ്. ഒരു പോപ്പുലേഷനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ജീവജാലങ്ങളുടെ മാക്സിമം എണ്ണത്തെ വിളിക്കുന്നവരാണ് ക്യാരിങ് കപ്പാസിറ്റി. നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ടുവന്നത് ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് വാർഹോൾസ് പേൾ ലോജിസ്റ്റിക് എന്നാണ്. വാർഹോൾസ് പേൾ എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് ഈ വാർഹോൾസ്റ്റ് പേൾ എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് ഈ ക്യാരിങ് കപ്പാസിറ്റി അടങ്ങിയിട്ടുള്ള ഈ ഗ്രോത്തിനെ വാർഹോൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കാറുണ്ട്.
വാർഹോൾസ് പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത്. ഈ ജെ ഷേപ്ഡ് കർവിൽ ഇങ്ങനെ പോകുന്ന ഗ്രോത്ത് ഉണ്ടല്ലോ, ജെ ഷേപ്ഡ് കർവ്. ആൾസോ കണ്ട അസിംടോട്ട് കർവ് എന്ന് വിളിക്കാറുണ്ട്. എസ് ഷേപ്ഡ് കർവിലകത്താണ് ശരിക്കും കെ വരുന്നത്. സിഗ്മോയിഡ് കർവിലാണ് കെ വരുന്നത് അല്ലെ. സിഗ്മോയിഡ് കർവിനകത്ത് കെ വരുമ്പോൾ ആ ഒരു കണക്കുണ്ട്. വാർഹോൾസ് പേൾ എന്നൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് ഇതിന് വാർഹോൾസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് വിളിക്കാറുണ്ട്. ഈ ഭാഗം ഒന്നും അങ്ങനെ പരീക്ഷ ചോദിക്കത്തില്ല. നിങ്ങൾ അത്ര റിസ്ക് എടുത്ത് പഠിക്കാൻ നിൽക്കേണ്ട. ഈ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ഏരിയ. ദാറ്റ്സ് കോൾഡ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ ഞാൻ പറയാം. അത് വലിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ എന്താണെന്ന് പറയാം. ചില ജീവജാലങ്ങളെ നോക്കിയാൽ അവരുടെ ലൈഫ് ഹിസ്റ്ററിക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ കൊതുകിനും കോഴിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്ക് ലൈഫ് ഹിസ്റ്ററിക്ക് ഒരു വ്യത്യാസം ഉണ്ടെന്നറിയാം. എന്താണ്? കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമ്പോൾ കൊതുക് അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നില്ല. ശരിയല്ലേ? കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ മുട്ട വെച്ച് വിരിയിച്ച് അതിനെ കൊണ്ടു കിടന്ന് തീറ്റയെ കൊടുത്ത് പരന്തൊക്കെ എടുത്ത് നോക്കി വളർത്തിയെടുക്കുമ്പോൾ കൊതുക് എന്തായാലും വെള്ളത്തിൽ മുട്ടയിട്ട് പറന്നിട്ട പോക്കാണ്. മുട്ട വിരിഞ്ഞോ വലുതായോ മീൻ തിന്നോ നോ മൈൻഡ്. അതൊക്കെ അവരുടെ ജീവിത സാഹചര്യം അവയ്ക്ക് കൊടുത്ത ഒരു കഴിവാണ്. അങ്ങനെ പോയാൽ അവർക്ക് ജീവിക്കാനും പറ്റും. അതുകൊണ്ടാണ്. കാരണം എന്താ? കൊതുകിന്റെ കുഞ്ഞ് വിരിയുന്ന വെള്ളത്തിലാണ് അല്ലേ. അപ്പം കൊതുക് പറക്കുന്ന കരയിലുമാണ്. അപ്പൊ കൊതുക് വെള്ളത്തിനകത്ത് ഇറങ്ങി കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കത്തില്ല. അപ്പൊ പിന്നെ അതനുസരിച്ച് അവർ ജീവിച്ചു പോകുന്നു. അപ്പൊ അതാ പറഞ്ഞാൽ എന്താണ്, സം ബ്രീഡ് മോർ ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. ചില ജന്തുക്കൾ അവരുടെ ലൈഫ് ടൈമിൽ ധാരാളം തവണ ബ്രീഡ് ചെയ്ത് ധാരാളം സന്താനങ്ങൾ ഉണ്ടാകും അല്ലേ. പക്ഷെ സം ബ്രീഡ് ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡിങ് നടത്തിയിട്ട് നശിച്ചു പോകുന്ന ജന്തുക്കളുണ്ട് അല്ലെ. അവരുടെ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ ഇവൻ എന്തായാലും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇക്കോളജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അവരുടെ, അതായത് ബയോട്ടിക് അവയോട്ടിക് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അതെങ്ങനെ ചെയ്യുന്നത്. സം ബ്രീഡ് വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ്. ഫോർ എക്സാമ്പിൾ ബാംബു മുള 40-50 വർഷം വരെ വളർന്നിട്ട് ഒരിക്കൽ മാത്രം പോകുന്നു, അത് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. മറ്റൊന്നാണ് സാൽമൺ ഫിഷ്. പസഫിക് സീയിലുള്ള സാൽമൺ ഫിഷ്. ഇത് കടലിൽ വസിച്ചിട്ട് മുട്ടയിടാൻ വേണ്ടി കരയിലേക്ക് വരും. ഉൾനാടൻ ജലാശയം നീന്തി കരയിൽ വന്നതിന് ശേഷം അവിടെ മുട്ടയിട്ട് അവിടെ നടത്തും. എന്നിട്ട് ഈ മുട്ട വലിയ കുഞ്ഞുങ്ങൾ വീണ്ടും വഴി പോകുന്നു. അടുത്ത വർഷം വീണ്ടും നീന്തി വരുന്നു. അത് ഇതിൻ്റെതായിട്ട് സ്വഭാവമാണ്. എന്ന് വെച്ചാൽ സ്പീഷീസിന്റെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടി ചെയ്ത വിദ്യയാണ്. കാരണം മുട്ടകൾ ഒരു മീനിടുന്ന മുട്ട 1000-കണക്കിന് കാണും. ഈ 1000 വിരിഞ്ഞ് വീണ്ടും മത്സ്യമാകുമ്പോൾ പഴയ ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എണ്ണം കൂടും, നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ പഴയ മുട്ട പുതിയ തരട്ടെ, അതാണ് പോളിസി. ഇനി സം ബ്രീഡ് മെനി ടൈംസ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്സ് അല്ലേ. അത് നോക്കുന്നതാണ് ഓയിസ്റ്റർ, പേൾ ഓയിസ്റ്റർ, ചിപ്പികൾ, പലാജി ഫിഷ്, കടലിന്റെ അടുത്തട്ടിലേക്ക് വസിക്കുന്ന മത്സ്യങ്ങൾ. ഇവയൊക്കെ ധാരാളം മുട്ടകൾ അല്ലേ. അവ ധാരാളം തവണ ബ്രീഡിങ് നടത്തും. സം ബ്രീഡ് മെനി ടൈംസ് ആൻഡ് പ്രൊഡ്യൂസ് മോർ ടൈനി ഓസ്പ്രിങ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. കാരണം കടലിൽ വസിക്കുന്ന ഇത്തരം മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ട്. ഒരു കുഞ്ഞിനെ ഇടുവാണെങ്കിൽ അപ്പോഴായിട്ട് തിന്നുണ്ടോ? 100 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ 10-250 തിന്നാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. അത് അവയുടെ ഇൻഫ്ലുവൻസ് ആണ്. മനുഷ്യന്റെ ഒരു കുഞ്ഞായി പോയത് കാരണം ആ കുഞ്ഞിനെ തല വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേരിരിക്കും എന്ന് പറഞ്ഞ് വളർത്താൻ മനുഷ്യരെ കൊണ്ടുപോകും അല്ലേ. അതേസമയം കൊതുകെന്താ 3000 മുട്ട ഇടുന്നത്, അല്ലെങ്കിൽ കടലാമ 150 മുട്ട ഇടുന്നത് കൊണ്ട് ആ കുഞ്ഞിനെ വിചാരിച്ചിട്ടാണ്. അപ്പൊ അത് അവരുടെ ജീവിത രീതിയിൽ നിന്ന് കിട്ടിയ കഴിവാണ്. ഇനി അടുത്തത് സം പ്രൊഡ്യൂസേഴ്സ് സ്മാൾ നമ്പർ ഓഫ് ലാർജ് സൈസ് ഓഫ്സ്പ്രിംഗ്. കണ്ടോ, ചില ജന്തുക്കൾ ചെറിയ സൈസിലുള്ള ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടാകും. എക്സാമ്പിൾ പറയുന്നത് എന്താണ്? സ്മാൾ നമ്പർ ഓഫ് ലാർജ് സൈസ് ഓഫ്സ്പ്രിംഗ്. ചില ജന്തുക്കൾ ചെറിയ എണ്ണം വലിയ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കും. മനുഷ്യനെ എന്റെ എക്സാമ്പിൾ എടുത്തു. ചെറിയ എണ്ണം 1-2 പക്ഷെ വലിയ കുഞ്ഞുങ്ങളാണ് അല്ലേ. പക്ഷെ കടലാമ നോക്കൂ, കൂടുതൽ നമ്പർ ചെറിയ കുഞ്ഞുങ്ങൾ അല്ലേ. കൊതുക് കൂടുതൽ നമ്പർ ചെറിയ കുഞ്ഞുങ്ങൾ. ബട്ടർഫ്ലൈ കൂടുതൽ എണ്ണം ചെറിയ കുഞ്ഞുങ്ങൾ അല്ലെ. അതൊക്കെ ഒരു സ്വഭാവമാണ്. സോ ഇതെല്ലാം അവയുടെ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് പറയാം. സം ബ്രീഡ് വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് ടൈം. എക്സാമ്പിൾ ബാംബു ആൻഡ് സാൽമൺ ഫിഷ്. സം ബ്രീഡ് മെനി ടൈംസ് ഇൻ ലൈഫ് ടൈം ആൻഡ് പ്രൊഡ്യൂസസ് സോ മെനി ഓസ്പ്രിങ്സ്. സം പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് ഓസ്പ്രിങ്, സ്മാൾ സൈസ്ഡ്. എക്സാമ്പിൾ പേൾ ഓയിസ്റ്റർ, പലാജി ഫിഷസ്. സം പ്രൊഡ്യൂസസ് സ്മാൾ നമ്പർ ഓഫ് ഓസ്പ്രിങ്, ലാർജ് സൈസ്. നേരെ തിരിച്ച് ആൾക്കാണെങ്കിൽ ധാരാളം എണ്ണം ഉണ്ടാക്കും, ചെറിയ സൈസ്. മനുഷ്യൻ പോലുള്ള ജന്തുക്കളാണെങ്കിലും ചെറിയ എണ്ണം ഉണ്ടാക്കും, വലിയ സൈസ് അല്ലേ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ശ്രുതി പറയുന്നുണ്ട്.
ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. അല്ലെ, ഇപ്പൊ കടലാമയുടെ കാര്യം തന്നെ എടുക്കും. കടലാമ ജീവിക്കുന്ന കടലിലാണ്, പക്ഷെ മുട്ട വിരിയേണ്ടത് സൂര്യന്റെ വെയിലടിച്ചിട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? കരയെ കൊണ്ടുവന്ന് മുട്ടയിട്ട് പോകും. പക്ഷെ അങ്ങനെ ഇപ്പോൾ വല്ലതും തിന്നാൻ സാധ്യത ഉണ്ടാകുന്നുണ്ട്. എന്നാൽ രാത്രി ഒളിച്ചു വന്ന് കുഴി ഒഴിച്ചത് മുട്ടയിട്ടാണ് പോകും. സൂര്യന്റെ വെയിലടിച്ചിട്ട് കൂടുതൽ വെയിലടിച്ചാൽ മൊത്തം പെണ്ണായി പോകും, കുറച്ച് വെയിലടിച്ചാൽ മൊത്തം ആണ്. അങ്ങനെയാണ് കടലാമയുടെ ഒരു സെക്സ് പോലും. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നം 150 മുട്ട ഒരു കുഴിയിലിട്ടിട്ടു. പക്ഷെ ആ ഒരു കാര്യം, മുട്ട വിരിഞ്ഞോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചില കുറേ കിളിയിൽ പിടിച്ചിട്ടുണ്ടു. ഒരു 150 മുട്ട വരെ 5 എണ്ണമാണ് കടലിൽ വന്ന് വീണ് രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ കടലാമ ഉദ്ദേശിച്ച് 5 എണ്ണം രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ 5 എണ്ണം ഉണ്ടാകാൻ 5 മുട്ട ഇട്ടാൽ അതൊന്നും ധാരാളമായിട്ട് മുട്ടയിടും. അപ്പൊ അവയുടെ അബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഇൻഫ്ലുവൻസ് അല്ലേ. അവ വെള്ളത്തിലാണ് ജീവിക്കേണ്ടത്, വെള്ളം അബയോട്ടിക്. മുട്ടയിടേണ്ടത് സൂര്യന്റെ പേരാണ് അബയോട്ടിക്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ ബയോട്ടിക് ആണ്. പക്ഷെ അവയുടെ എണ്ണം കൂട്ടിയാലേ രക്ഷപ്പെടത്തുള്ളൂ. അതൊക്കെ അവയുടെ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുള്ള അവർക്ക് പരീക്ഷ ചോദിച്ചാണ് കേട്ടോ. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ കൊച്ചു കാര്യമല്ലേ അല്ലേ? ഇത്ര എഴുതിയാൽ മതി. ചില ജന്തുക്കൾ ഒരു തവണ ബ്രീഡ് ചെയ്തിട്ട് നശിച്ചു പോകുന്നു, ചിലത് ഒരുപാട് തവണ ബ്രീഡ് ചെയ്ത് ജീവിക്കുന്നു. മാവ്, പ്ലാവ്, പറയ്ക്കാവട്ടെ. എക്സാമ്പിൾ എഴുതി കൊടുക്കും. നിങ്ങൾ എക്സാമ്പിൾ പറയുമ്പോൾ ജന്തുക്കളിലോട്ട് പോകണമെന്നില്ല. സസ്യങ്ങൾ എടുത്തു, ബാമ്പു സസ്യമല്ലേ. ഇനി ചില ജന്തുക്കളാണെങ്കിൽ ധാരാളം കൊച്ചു കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കും. അപ്പൊ നിങ്ങൾ പറയും കൊതുക്, കടലാണ്. ചില ജന്തുക്കളാണെങ്കിൽ ചെറിയ എണ്ണം വലിയ ജന്തുക്കളെ സൃഷ്ടിക്കും. കാരണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അവരെ കൊണ്ടുപോകും. അതുകൊണ്ട് എണ്ണം കുറച്ച്. സിംഹത്തിന് 1-2 കുഞ്ഞുങ്ങളെ മതി. കാരണം ഒരുത്തിന് അടുക്കത്തിൽ ശത്രുക്കൾ കുറവാണ്. അല്ലെ, മനുഷ്യന് കുഞ്ഞുങ്ങളിൽ ശത്രുക്കൾ കുറവാണ് അല്ലേ. പക്ഷെ പന്നിക്ക് ശത്രുക്കൾ കൂടുതലാണ്, എണ്ണം കൊടുക്കും. പൂച്ചയ്ക്ക് ശത്രുക്കൾ കൂടുതലാണ്, എണ്ണം കൊടുക്കും. പട്ടിക്ക് 5-6 കുട്ടികളുണ്ട്, ശത്രുക്കളുണ്ട്. അതാണ്. അപ്പൊ ഇതിനെ കാരണം ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അടുത്ത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് എന്താണ് ഈ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങളുടെ വീട്ടില് പൂച്ചയുടെ ഒരു കൂട്ടമുണ്ട്, പട്ടികളുടെ ഒരു കൂട്ടമുണ്ട്. അപ്പൊ 2 പോപ്പുലേഷൻ ആയി ഇത് തമ്മിൽ ഇന്ററാക്ട് ഉണ്ട്. കുറച്ച് ഇച്ചിരി വാരിയിട്ട് കൊടുക്കും. പൂച്ചകളും പട്ടികളും നോക്കിയിട്ട് ഷെയർ കളിയെ കുറച്ച് കഴിയും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ്. കടിയോട് കടി ഇന്ററാക്ഷൻ അല്ലേ. ചിലപ്പോ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന സ്നേഹത്തോടെ തിന്നുന്നുണ്ടാക്കും, അത് ഇന്ററാക്ഷൻ ആണ്. സ്നേഹത്തോടെ തിന്നുമ്പോൾ ഇന്ററാക്ഷൻ ആണ്. ഷെയർ ചെയ്ത് തിന്നുമ്പോഴും അടി കൂടുമ്പോഴും കടി കൂടുമ്പോഴും അതാണ് ഇന്ററാക്ഷൻ. അപ്പോൾ 2 പോപ്പുലേഷൻ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. അതിന് വിളിക്കുന്നവരാണ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്. പോപ്പുലേഷൻസ് ഇന്ററാക്ട് ഫോർ എന്തിനാ വേണ്ട? ഫോർ ഫുഡ്, ഭക്ഷണത്തിന് വേണ്ടി. ഫോർ സ്പേസ്, താമസിക്കാൻ സ്ഥലത്ത്. പൂച്ചയുടെ പട്ടികൾ കിടക്കും, കടിയോട് കഴിയും. പട്ടിയെ പൂച്ച കടിച്ചോടിക്കും, അല്ലെങ്കിൽ പൂച്ചയെ പട്ടി കടിച്ചോടിക്കും. സ്ഥലത്തിന് വേണ്ടിയിട്ടല്ലേ. ആൾസോ ഫോർ മേറ്റിംഗ്, ഇണചേരാനും മത്സരം ഉണ്ടാകും. ഇന്ററാക്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, കന്നിമാസത്തിൽ പട്ടികളൊക്കെ ഒരു പെൺപട്ടി ഇങ്ങനെ പോകും, കുറെ ആൺപട്ടികളെ പോയിട്ട് അവർക്ക് അടിയോട് കടിക്കും അല്ലേ. അത് പോപ്പുലേഷൻ അകത്തുള്ള ഇൻട്രാ സ്പെസിഫിക് ഇന്ററാക്ഷൻ. അങ്ങനെയാണ് പോപ്പുലേഷൻ അകത്തും ഇന്ററാക്ഷൻ. പട്ടികൾ തമ്മിൽ കാര്യങ്ങൾ കടികൂടുന്നു, ഇൻട്രാ സ്പെസിഫിക് ഇന്ററാക്ഷൻ. പട്ടിയും പൂച്ച തമ്മിൽ കടികൂടുന്നു, ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ. അത് പഠിക്കാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ there are 2 type of interactions. ഒന്ന് ഇന്റർസ്പെസിഫിക് ഇന്ററാക്ഷൻ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2 സ്പീഷീസ്. പൂച്ചയും പട്ടിയും തമ്മിൽ കടികൂടും. എക്സാമ്പിൾ പറയാം, അറിയാവുന്ന എക്സാമ്പിൾ. അടുത്തത് ഇൻട്രാ സ്പെസിഫിക് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ പട്ടികൾ പരസ്പരം കടികൂടും അല്ലേ. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ 2 പോപ്പുലേഷൻ ഇന്ററാക്ട് ചെയ്ത് 2 പേര്, ഇപ്പൊ എ പോപ്പുലേഷൻ 2, ചിലപ്പോൾ 2നും ഗുണമായിരിക്കാം, ഗുണമുണ്ടാകും. അപ്പൊ ഗുണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ബെനിഫിഷ്യൽ ഇന്ററാക്ഷൻ. ഗുണമുണ്ടാകുവാണെങ്കിൽ ബെനിഫിഷ്യൽ ഇന്ററാക്ഷൻ പോസിറ്റീവ് എന്ന് പറയും. ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഗുണമാണ്. ഒരാൾക്ക് ഗുണം, ഒരാൾക്ക് ദോഷം. അപ്പൊ ഗുണമുള്ളത് എന്നതിലേക്കാണ് ബെനിഫിഷ്യൽ ഇന്ററാക്ഷൻ. ചിലപ്പോൾ ദോഷമാണെങ്കിൽ ഹാംഫുൾ ഇന്ററാക്ഷൻ. ഹാർഫുൾ വേറെ വാക്കുണ്ട്, അത് പരീക്ഷയ്ക്ക് പോയി. അത് അറിഞ്ഞൂടാ പറയാം. ഡിട്രിമെന്റൽ, അത് ഓർത്തണേ. ഡിട്രിമെന്റൽ ഹാർഫുൾ അഥവാ ഡിട്രിമെന്റൽ. പരീക്ഷയ്ക്ക് പോയി ചോദിക്കുക ഡിട്രിമെന്റൽ എന്ന് വാർത്ത. വാട്ട് ഈസ് ഇന്ററാക്ഷൻ കാൾഡ് ഡിട്രിമെന്റൽ എഫക്ട്. അപ്പൊ നെഗറ്റീവ് എഫക്റ്റ് ആണ്. ഹാർഫുളിനെ വിളിക്കുകയാണ് ഡിട്രിമെന്റ്. ചിലപ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഗുണവും കാണുന്നത് ദോഷവും കാണുന്നത്, അങ്ങനെ വരാം. ഇറ്റ് കാൾഡ് സീറോ ഇന്ററാക്ഷൻ. ദാറ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ.
ന്യൂട്രൽ എഫക്റ്റ്, അത് ന്യൂട്രൽ ഇന്ററാക്ഷൻ. നിങ്ങൾ അങ്ങനെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കും, ചെയ്യുമ്പോൾ പഠിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ആർ ദ 3 ക്വാളിറ്റീസ് ഓഫ് ഇന്ററാക്ഷൻ? ബെനിഫിഷ്യൽ, പോസിറ്റീവ്, ഹാംഫുൾ അഥവാ ഡിട്രിമിനൽ നെഗറ്റീവ്, ന്യൂട്രൽ സീറോ, അല്ലേ, സീറോ എഫക്റ്റ്. ഇനി ഇത് നമുക്ക് 2 സ്പീഷീസ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ചിഹ്നങ്ങളോട് പറയാം. ഇതാ എ എന്നൊരു പോപ്പുലേഷൻ, ബി എന്നൊരു പോപ്പുലേഷൻ, 2 ഇന്ററാക്ട് ചെയ്യാം. ഇന്ററാക്ട് ചെയ്യാം, രണ്ടിനും ഗുണം അതിനുള്ള ലൈക്കൻ, ആൽഗെ ഫംഗ ഒന്നും ജീവിക്കുക, അല്ലെ. ആൽഗയ്ക്ക് ഗുണം, ഫംഗസിന് ഗുണം. എന്താണ്? ആൽഗ ഫുഡ് ഉണ്ടാക്കി ഫംഗസ് കൊടുക്കുന്നു, ഫംഗസ് ജലം വലിച്ചിട്ട് ആൽഗ കൊടുക്കും. വെരി ഗുഡ്. അങ്ങനെയുള്ള ഇന്ററാക്ഷൻ എന്താണ്? ദാറ്റ് ഇന്ററാക്ഷൻ ഇസ് കാൾഡ് മ്യൂച്വലിസം or symbiosis. ഇനി 2 എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യുന്നു, 2നും ദോഷം, അയ്യേ 2നും ദോഷം, കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ. പൂച്ചയും പട്ടി കുറച്ച് ഇച്ചിരി വാരി കിട്ടും, പൂച്ചയും പട്ടി ഭയങ്കര അടിയോളിൽ 2ന്റെയും പറവല്ല മുറിഞ്ഞു വായി തിരിഞ്ഞ് നമ്മുടെ ഇച്ചിരി കാക്കുള്ളൂ. ഫുഡും കിട്ടിയില്ല, കൈയും കാലും മുറിയും ചെയ്തു. 2 ദോഷമല്ലേ? കോമ്പറ്റീഷൻ. ഇനി ഒന്നിന് ഗുണം, മറ്റൊന്ന് ദോഷം, പാരസൈറ്റിസം. പാരസൈറ്റിസം, കൊതുക് നിങ്ങളെ കൊത്തുന്നു, ചോര പിടിച്ചിട്ട് പോകുന്നു, നിങ്ങൾക്ക് ഗുണോ ദോഷം? ദോഷം. കൊതുകിന് ഫുഡ് കിട്ടിയില്ല. അപ്പൊ 2 ഇന്ററാക്ട് ഒന്നിന് ഗുണം ദോഷമാണെങ്കിൽ പാരസൈറ്റിസം. ഇനി ഒന്നും കൂടെ ഉണ്ട് പോലെ. ഒരു തവള വന്നൊരു പാമ്പിനെ പിടിച്ചിരുന്നു, സോറി പാമ്പ് ഒന്ന് തവളെ പിടിച്ചിരുന്നു. ആർക്കത് ഗുണം? തവളെ തിന്ന് ചത്തു, പാമ്പിന് ഗുണം കിട്ടിയല്ലേ? അത് പ്രഡേഷൻ. പ്രഡേഷൻ. അപ്പം പ്ലസ് 1 മൈനസ് വരുന്ന 2 ഉണ്ട് കേട്ടോ. ഇത് പരീക്ഷ ഇതുപോലെ വരുന്നതാണ് കേട്ടോ. എങ്ങനെ വരുന്നത് ഇപ്പൊ പറഞ്ഞു. ഇനി ചിലപ്പോൾ ഒന്നിന് ഗുണം, മറ്റൊരു ഗുണമല്ല ദോഷമല്ല, അങ്ങനെ വരാം. അങ്ങനെ വരും, അങ്ങനെ വരും. അതായത് ഈ കടലിൽ വലിയ മീനൊക്കെ കാണുമല്ലോ, ഷാർക്ക് ഇങ്ങനെ പോകുന്നത്, ഷാർക്കിന് നോക്കാം. അതിന്റെ പള്ളിയിൽ ചെറിയൊരു മീൻ വന്നിരിക്കും, റമോറ അഥവാ സക്കർ ഫിഷ്. സക്കർ ഫിഷ് ഈ ഷാർക്കിന്റെ പള്ളിക്ക് ഇങ്ങനെ വന്നിരിക്കും. ഷാർക്ക് അറിയത്തു പോലും, ഷാർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ തലയിൽ പെയിൻ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ നടക്കാൻ വയ്യ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഷാർക്ക് പോയിക്കൊണ്ടിരിക്കും. റമോറയ്ക്ക് നടക്കണ്ട, സഞ്ചരിക്കണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. അതിന്റെ പുറത്ത് ഒട്ടിയിരിക്കുമല്ലേ. മാത്രമല്ല ഷാർക്ക് എന്തെങ്കിലും പിടിച്ച് തിന്നപ്പോൾ അതിന് വീഴുന്ന പുറത്തോട്ട് വീഴുന്ന തിന്നുകയും ചെയ്യാം. ഷാർക്കിന് കുറച്ച് ഇച്ചിരി പുറത്ത് പോയാൽ നിങ്ങൾക്ക് ഒരു വിഷം വന്നു, അതിൽ പൂച്ച ഒന്നുമില്ല, അതുപോലെ ഉള്ളൂ. അപ്പോൾ ഷാർക്കിന് ഗുണമല്ല ദോഷമില്ല, പക്ഷെ റമോറയ്ക്ക് ഗുണം. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ വെച്ചാണ് കൊമൻസാലിസം. എന്റെ പരിശോധിക്കും കേട്ടോ. ഇനി വേറെ ഒന്നുണ്ട്, ഒന്നിന് 2 ഇന്ററാക്ട്, ഒന്നിന് ദോഷം, മറ്റൊരു ഗുണമല്ല ദോഷമില്ല, അങ്ങനെയുണ്ട്. 2 ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒന്നിന് ഗുണമല്ല ദോഷമില്ല, പക്ഷെ ഒന്നിന് ദോഷം. That's called amensalism. Amensalism. അതെന്താണ്? അതിന്റെ എക്സാമ്പിൾ പറയാം. വലിയൊരു മരം നിൽക്കും, അതിന്റെ ചുവട്ടിൽ കൊച്ചൊരു മരം നിൽക്കും, അല്ലേ. ഈ വലിയ മരം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ കൊച്ചു ചെടി താഴെ വലിയൊരു മരത്തിന്റെ ചുവട്ടിൽ ചെറിയ ഒരു തൊട്ടവടിക്ക് ഗുണദോഷം. ദോഷം. മുഴുവൻ ആരടിച്ചുകൊണ്ടു? വലിയ മരം അടിച്ചുകൊണ്ടു, അല്ലേ. വീരും കിട്ടത്തില്ല. പക്ഷെ വലിയ മരത്തിന് വല്ലതുണ്ട്? ഒന്നുമില്ല. വലിയ മരത്തിന് ഗുണമല്ല ദോഷമല്ല, ഒരു ചെറിയ ചെടി നിൽക്കുന്നു. പക്ഷെ ചെടിക്ക് ദോഷമാണ് വലിയ മരം നിൽക്കുന്നത്, കാരണം തണല് വേര് കിട്ടുന്നില്ല, ഫുഡെല്ലാം കഴിച്ചുകൊണ്ട്. അപ്പോൾ ഒന്നിന് ഗുണമല്ല ദോഷമല്ല, മറ്റൊരു ദോഷം. ഇതാണ് അമെൻസാലിസത്തിന് എക്സാമ്പിൾ. മനസ്സിലായത്? വേറെ എക്സാമ്പിൾസ് ഉണ്ട്. ഈ ഫംഗസ് വളരുന്നിടത്ത് ഫംഗസ് ഒരു കെമിക്കലിനെ പുറത്തേക്ക് വരും, ഇത് ബാക്ടീരിയയിലേക്ക് വരും, അല്ലേ. അങ്ങനെ വരുമ്പം ആർക്കാ ഗുണം? ഫംഗസിന് ഗുണമില്ല ദോഷമൊന്നുമില്ല. അത് വളരുന്നത് കെമിക്കൽ വരും, ആട് കിടക്കുന്നത് കൂടെ കിടക്കത്തില്ല, അത് വരും. പക്ഷെ അവിടെ ബാക്ടീരിയ, അതാണ് ആന്റിബയോട്ടിക്സ്. അപ്പൊ അതൊക്കെ അമെൻസാലിസിന്റെ എക്സാമ്പിൾ. ഈ ചാർട്ട് എങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നത് ഞാൻ ചോദിക്കാം. ഇങ്ങനെയായി പരീക്ഷയ്ക്ക് വരുന്നത്.
ഇങ്ങനെ കൊടുത്തേക്ക്. ഇത് നിങ്ങൾക്ക് പറയും, ഫിറ്റ് ചെയ്യാൻ പറയും, എങ്ങനെ ഇതൊക്കെ വായിക്കും. അതാ ഫില്ല് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തേക്ക്, കംപ്ലീറ്റ് ദ ചാർജ്. ഇത് പഠിക്കാതെ എഴുതാനൊക്കെ വന്നാൽ വളരെ ഈസിയാണ്. പഠിച്ചാൽ എഴുതാനൊക്കെ വളരെ ഈസിയാണ്. പഠിച്ചില്ലെങ്കിൽ ആർക്കും പറ്റും. 2 മാർക്കിനെ കാണിച്ചു കാര്യമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യം. വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോകും. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്. ഈ എക്സാമ്പിളെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, ഓരോന്നും പഠിക്കും. ആദ്യം പ്രഡേഷൻ. എന്താണ് പ്രഡേഷൻ? ചിഹ്നം പറയും. ഒരു പ്ലസും ഒരു മൈനസും. ഒരു എക്സാമ്പിൾ പറയും, തവളയെ പാമ്പ് പിടിച്ചിരുന്നു. അതിലാരാണ് പ്ലസ്? പാമ്പ് പ്ലസ്, തവള മൈനസ് ആണല്ലോ. പ്രേ ആൻഡ് പ്രഡേറ്റർ. ആരാണ് പ്രേ? തവള പ്രേയും പാമ്പ് പ്രഡേറ്ററും അല്ലേ. വൺ ഈസ് ഈറ്റൻ ബൈ അനദർ. ദ ഇന്ററാക്ഷൻ ഓഫ് എ പോപ്പുലേഷൻ വെയർ വൺ മെമ്പർ ഓഫ് എ പോപ്പുലേഷൻ ഈസ് ഈറ്റൻ ബൈ അനദർ മെമ്പർ ഓഫ് പോപ്പുലേഷൻ. ശരിയല്ലേ? വെയർ eaten one is called prey and eaten one is called eaten one is called predator and eaten one is called prey. നിങ്ങൾക്ക് അറിയാം, ചോദിക്കത്തില്ല. ഓക്കെ, ഇനി ഇതിന്റെ നേട്ടങ്ങളാണ്. പ്രഡേഷൻ കീപ്പിംഗ് പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. അതാണ് ആദ്യം പറയുന്നത്. പ്രഡേഷൻ കീപ്പിംഗ് പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. ശരിയാണോ? ആണ്. ഒരു പ്രദേശത്തെ മാനുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ കഴിവുള്ളതുകൊണ്ട്. കടുവകൾ കൂടി കഴിഞ്ഞ് പിടിച്ചു അല്ലേ? അതാണ്. അപ്പം മാനുകൾ മാത്രമുള്ള ഒരു പ്രദേശത്ത് കടുവ ഇല്ലെങ്കിൽ മാനുകളും ക്രമാതീതം വർദ്ധിക്കത്തില്ലേ? അപ്പൊ ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്? കടുവ. പ്രഡേഷൻ കീപ് സ്പീഷീസ് അണ്ടർ കൺട്രോൾ. അടുത്തത്, എക്സോട്ടിക് സ്പീഷീസ് ഇൻട്രൊഡ്യൂസ്ഡ് സ്പ്രെഡ്സ് വൈഡ്ലി ആസ് നോ നാച്ചുറൽ പ്രഡേറ്റേഴ്സ്. ഇറ്റ്സ് എൻ എക്സോട്ടിക് സ്പീഷീസ്. എക്സോട്ടിക് സ്പീഷീസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രദേശത്ത് പുതിയതായിട്ട് കൊണ്ടുവരുന്നതാണ് എക്സോട്ടിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. വിദേശത്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് അവിടെ ഇല്ലാത്തവണ്ണം കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾ അസിമിലെ പോയി ആപ്പിളിന്റെ തൈ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ കൊണ്ട് നട്ടു. ആപ്പിളിന്റെ തിരുന്ന് ഒരു പുഴു നിങ്ങളുടെ നാട്ടിലില്ല. ശരിയല്ലേ? അപ്പം അതവിടെ വർദ്ധിക്കും അല്ലെ? ഇപ്പം ഇവിടെ ഇല്ലാത്തൊരു ചെടി വിദേശത്ത് നിന്ന് കൊണ്ട് നിങ്ങൾ നട്ടാൽ അത് ഇവിടെ കിളിക്കുന്നു എങ്കിൽ അതിന് നാച്ചുറലായിട്ട് എനിമീസ് ഇല്ല. അപ്പോൾ കൺട്രോൾ ഇല്ലാതെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു എനിമി ഉണ്ടെങ്കിൽ കൺട്രോൾ ആയി. അതാണ് എക്സാമ്പിൾ. ഇൻട്രൊഡ്യൂസ്ഡ് പ്രിക്ലി പിയർ കാക്ടസ്. പ്രിക്ലി പിയർ കാക്ടസ്, മുള്ളുള്ള ഒരു കാക്ടസ്, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഓസ്ട്രേലിയ ഇൻ 1920. 1920 ഓസ്ട്രേലിയ കൊണ്ടുവന്നു പ്രിക്ലി പിയർ കാക്ടസ്. എന്നുവെച്ചാൽ മുള്ളുള്ള പിയർ പോലുള്ള കാക്ടസ്. പ്രിക്ലി എന്ന് വെച്ചാൽ മുള്ളുള്ളത്. പിയർ കാക്ടസ് 1920 ഓസ്ട്രേലിയ കൊണ്ടുവന്നു. പക്ഷെ അതിനെന്തില്ല? നാച്ചുറൽ എനിമിയില്ല. വേറെ രാജ്യത്താണ് കൊണ്ടുവന്നത്. ഇതവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വർദ്ധിച്ചു. പക്ഷെ ആ രാജ്യത്ത് വർദ്ധിക്കത്തില്ല, അവിടെ എനിമി ഉണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാറ്റ് സ്പ്രെഡ് ഇൻ മില്യൺസ് ഓഫ് ഏക്കർ ഡ്യൂ ടു ലാക്ക് ഓഫ് പ്രഡേറ്റർ. ലേറ്റർ എ മോത്ത് ഈറ്റിംഗ് ദിസ് പ്ലാന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു കൺട്രോൾ ഇറ്റ്. ഇതിനകത്തിരുന്നൊരു മോത്ത് അവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അതിന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. എന്നിട്ട് അത് ഇതിനകത്ത് നിന്ന് കുറെ നശിപ്പിച്ചു. സോ ദാറ്റ് ഇസ് എ എക്സാമ്പിൾ ദാറ്റ് പ്രഡേഷൻ കീപ്പ് സ്പീഷീസ് അണ്ടർ കൺട്രോൾ. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രഡേഷൻ. എന്താണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ? നിങ്ങളുടെ കിണറ്റിനകത്ത് കൂത്താടിയുടെ ശല്യം. കിണറ്റിലെ വെള്ളത്തിനകത്ത് കൂത്താടി കിടക്കും. നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. വെരി ഗുഡ്. കൂത്താടി എല്ലാം ചാവും. ആണോ? കുടിക്കുന്ന വെള്ളത്തിലാണ് മണ്ണെണ്ണ. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ഗപ്പികളെ കൊണ്ടിട്ട് കൊടുക്കും അല്ലെ? ചെറിയ 2 ഗപ്പികൾ. ഗപ്പികൾ എന്തെങ്കിലും ഓടി കിടന്ന് പിന്നെ പിടിച്ചു തോന്നും. ബയോളജിക്കൽ കൺട്രോൾ അല്ലേ? എന്തിന്റെ എക്സാമ്പിളാണ്? ഇറ്റ്സ് എക്സാമ്പിൾ ഓഫ് പ്രഡേഷൻ. അതിൽ ഈ തെങ്ങോല പുഴുവിന്റെ ശല്യം തീർക്കാൻ ശലഭത്തെ പറത്തിയിട്ടാണ്. ഒരു പുഴുവുണ്ട്, അത് തെങ്ങോലയുടെ അടിയിലാണ് മുട്ടയിട്ട് വലുതാവുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഇല എടുത്തു നോക്കാൻ ഒക്കത്തില്ല. അതിന് ഒരു ശലഭത്തെ പറത്തിട്ടുണ്ട്. ഈ ശലഭം പറഞ്ഞു നിന്ന് ഈ തെങ്ങോല പുഴുവിന്റെ പുറത്ത് മുട്ടയിടും. തെങ്ങോല പുഴുവിന്റെ പുറത്ത് ഇട്ട മുട്ട വിരിഞ്ഞ് പുഴുവായി ഈ തെങ്ങോല പുഴുവിനെ തിന്ന് അതൊന്ന് ശലഭമാകും. ഇപ്പോഴത്തേക്ക് തെങ്ങോല പുഴു നശിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. അടുത്ത, പ്രഡേഷൻ കീപ്പ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. പ്രഡേഷൻ കീപ്പ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി. ഓർത്തു നോക്കൂ. ഇപ്പോ മുയലുകളും മാനുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുൽമേടിൽ കടുവകളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മുയലുകളും മാനുകളും ക്രമാതീതമായിട്ടങ്ങ് വർദ്ധിക്കും അല്ലെ? വർദ്ധിച്ചിട്ട് പുല്ലെല്ലാം തിന്നങ്ങ് തീർത്തിട്ട് തിന്നാനൊന്നും ഇല്ലാത്ത കാരണം ഇവര് സ്വയം ചത്തു. ശരിയല്ലേ?
കടുവ ഉണ്ടെങ്കിലും കുറച്ച് മാനിനെയും തിന്നും, കുറച്ച് മുയലിനെയും തിന്നും. സ്വാഭാവികമായിട്ടും മുയലിന്റെ എണ്ണം വർദ്ധിക്കത്തില്ല, മാനിന്റെ എണ്ണം വർദ്ധിക്കത്തില്ല. അവിടെ പുല്ലും അവിടെ കാണും, എല്ലാം അവിടെ കാണും, അതുപോലെ നിലനിൽക്കും അല്ലേ. സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി നിലനിർത്തും. മാനുകളും പുല്ലുകളും മുയലുകളും വെട്ടുകിളികളും എല്ലാം ഉള്ള ഒരു ഡൈവേഴ്സിറ്റിക്ക് നിലനിൽക്കും. അതേസമയം കടുവകളില്ലെങ്കിലും മാനും മുയലെല്ലാം അത് വർദ്ധിക്കുന്നു, പുല്ലെല്ലാം തിന്നു തീർക്കുന്നു, അവർ തന്നെ ഭക്ഷണം കിട്ടാതെ നശിച്ചു പോയി ചെയ്യും. അതാണ് അതിന്റെ എക്സാമ്പിൾ. ഇൻ അമേരിക്കൻ പസഫിക് കോസ്റ്റ്, അമേരിക്കൻ കടത്തീരത്ത് പിസ സ്റ്റാർ ഫിഷ് എന്നൊരു ഫിഷിനെ അവർ കൊണ്ടിട്ടു. പിസ സ്റ്റാർ ഫിഷ് അല്ല, പിസ സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റാർ ഫിഷ് ഉണ്ട്. സ്റ്റാർ ഫിഷ് ഇതേ കൊണ്ടിട്ടു. നിങ്ങളൊരു കടൽ എങ്ങനെ കൊണ്ടിരുന്നു? അയ്യോ, ആ കടൽ എന്ന് പറയുന്നത് കടൽ തീരത്ത്, കടലാണെന്ന് വെച്ചല്ലോ, കടൽ തീരം അവര് വേലി അടിച്ച് കുറച്ച് ഭാഗത്തിന് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ഭാഗം കടത്തിൽ വേലി അടിച്ച് അങ്ങോട്ട് ഇവിടെ ജന്തുക്കൾ അത് വല കെട്ടിയും മറന്നു. അപ്പൊ കടൽ വെള്ളം തന്നെയാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് ചേർത്തില്ല, ജന്തുക്കൾ ഇങ്ങനെ പുറത്ത് പോയി. അതിനകത്ത് ഈ പിസ സ്റ്റാറിനെ കൊടുത്തു. പിസ സ്റ്റാറിനെ കൊണ്ടിട്ടുമല്ല, നമുക്ക് ഈ എക്സ്പെരിമെന്റലി റിമൂവ്ഡ് ആണ്. അവിടുന്ന് മാറ്റി, ഇവിടെ ഉള്ളതായിരുന്നു, അതിനെ എടുത്തിട്ട് മാറ്റി. ഇത്ര ഭാഗത്ത് നിന്ന് ഈ പിസ സ്റ്റാറിനെ എടുത്ത് മാറ്റി. പിസ സ്റ്റാർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചെറിയ ചെറിയ ഇൻവെർട്ടിബ്രേറ്റുകൾ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ചെറിയ വണ്ടുകൾ, ഒച്ചുകൾ, ഇങ്ങനെ കീടങ്ങളൊക്കെ തിന്നുമായിരുന്നു. അതിനെടുത്തൊന്ന് മാറ്റിയപ്പോൾ നിങ്ങളായിരിക്കും ആ കൊള്ളാമല്ലോ, മറ്റുള്ളവരെല്ലാം പെട്ടെന്ന് വർദ്ധിക്കും അല്ലേ, ശരിയാ. പക്ഷെ എത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 10ഓളം ഇൻവെർട്ടിബ്രേറ്റുകൾ നശിച്ചു പോയി. എന്തുകൊണ്ടാണ്? ബൈ കോമ്പറ്റീഷൻ. ഭക്ഷണം കിട്ടാനില്ല, അവർ പരസ്പരം മത്സരിച്ച് ആരും നശിച്ചു. അതേസമയം ആദ്യം ക്രമാതീതമായി വർദ്ധിച്ചു, പിന്നെ നശിച്ചുപോയി. ഏത് മുയലുകളും മാനുകളും വർദ്ധിച്ചു, കടുവയില്ലാത്തപ്പോൾ പിന്നെ അവ നശിച്ചു പോലെ ഇവിടെ നശിച്ചുപോയി. അതേസമയം പിസ സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വർദ്ധിക്കാതെ അയാൾ നോക്കിയതിന് എല്ലാവരും നിലനിന്നു. മനസ്സിലായി? അതാണ് കഥ. അപ്പൊ അത് പഠിച്ചോണം. ഇൻ അമേരിക്കൻ പസഫിക് കോസ്റ്റ്, സ്റ്റാർ ഫിഷ് പിസ ഈസ് എക്സ്പെരിമെന്റലി റിമൂവ്ഡ്, റിസൾട്ടിംഗ് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 10 ടൈപ്പ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ് ഡ്യൂ ടു ദ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടും സ്ഥലത്തിന് വേണ്ടിയിട്ടും അവ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് മത്സരിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഒരു പട്ടി ഉള്ളെങ്കിൽ എച്ചിലിട്ട് കഴിഞ്ഞാൽ ആരും കടികൂടാനും വരത്തില്ല, അവിടെ ഒരു പട്ടിയുള്ളൂ. പക്ഷെ 2 പട്ടി ഉണ്ടെങ്കിൽ എച്ചിലിട്ടാൽ അവർ കടികൂടും, കാരണം കോമ്പറ്റീഷൻ അല്ലേ. അടുത്ത പോലെ ശ്രദ്ധിച്ചോ. ഓവർ പ്രൊഡേഷൻ വിൽ ഡിസ്ട്രോയ് പ്രേ, ദെൻ ഡിസ്ട്രോയ് പ്രൊഡേറ്റർ സെൽഫ് അല്ലേ. പ്രൊഡേഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രേ നശിച്ചു പോകും, അതിന്റെ ഫലമായിട്ട് പ്രൊഡേറ്റർ നശിച്ചു പോകും. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പുൽമേട്ടില് മാനുകളും മുയലുകളും ഉണ്ട്, ഒരു 10-50 സിംഹങ്ങളും ഉണ്ടെന്ന് വെച്ചോ. സിംഹങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി ഓരോന്നിനും രാവിലെ അടിച്ചാൽ കൊല്ലുകയാണ്, എല്ലാത്തിനെയും കൊന്ന് നശിച്ചിട്ട് തിന്നുന്നു. വീണ്ടും അടുത്ത മാനിനെ അടിച്ചു കൊടുത്തിട്ട് തിന്നുന്നു. അങ്ങനെ 50 മുയലും മാനുകളും ഇറങ്ങി, എല്ലാ സിംഹങ്ങളും ഇറങ്ങി എല്ലാ മാനുകളെ അടിച്ചാൽ കൊന്നു വെച്ചോ. എന്നിട്ട് എല്ലാത്തിനും നിന്ന് ബാക്കിയുള്ള വീട്ടിൽ പോയി തീർന്നു പോയി. മാനുകളുടെ മുയലുകളെല്ലാം തിന്നില്ല. ഒരാഴ്ച സിംഹത്തിന് വിശക്ക് മരമ്പഴുന്നില്ല, ഇവിടെ ഒന്നുമില്ല. പട്ടിണി കിടന്ന് സിംഹങ്ങൾ ചത്തുമില്ലേ. ഓവർ പ്രൊഡക്ഷൻ പാടില്ല അല്ലേ. അതുകൊണ്ട് പൊതുവെ പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ പ്രഡേറ്റേഴ്സ് ആർ പ്രൂഡന്റ്. പ്രൂഡന്റ് ആവാറുണ്ട്, പ്രൂഡന്റ് കരുതലോട് കൂടിയേ ചെയ്തു. പ്രഡേറ്റേഴ്സ് മസ്റ്റ് ബി പ്രൂഡന്റ്, കരുതലോടെ തിന്നണം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഒരു 2 കരി കിട്ടി, അവിടെ തന്നെ എല്ലാവരുടെ പയറിട്ട് വേവിച്ച് നിങ്ങൾ ആവശ്യത്തിൽ നിന്ന് ബാക്കി തെങ്ങുഴി കൊണ്ട് കളയണം നിങ്ങൾ ചെയ്യുന്നത് അല്ല. 2 കരി ഇട്ടെങ്കിൽ അവിടെ വെച്ച ശേഷം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും മാത്രം എടുത്ത് വേവിക്കും, ബാക്കി വെച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് കുറച്ച് സോപ്പുമായിട്ട് കിടന്ന് ചാടുവാണ് നിങ്ങൾ കുളിക്കുന്നത്. നിങ്ങൾ ആവശ്യമുള്ള എടുത്ത് കുളിക്കുന്നു, ബാക്കി കിണറ്റിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇത് മൃഗങ്ങളും ചെയ്യും, സിംഹങ്ങളും അങ്ങനെയാണ്. വിശന്ന് കഴിഞ്ഞാൽ സിംഹങ്ങൾ ഇറങ്ങി ഒരു ജന്തുവിനെ ഓടിച്ചിട്ട് പിടിച്ച് എല്ലാവരുടെ പങ്കെടുത്ത് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവർ കിടന്ന് മാറാം. അല്ലാതെ ഒരു 10 സിംഹങ്ങൾ അങ്ങോട്ട് ഇറങ്ങി 10 മാനിനെ ഓടിച്ചിട്ട് പിടിക്കത്തില്ല. സാധ്യതയുണ്ട്, ഒരെണ്ണത്തിനെ പിടിക്കത്തില്ല. കാരണം അവയ്ക്കറിയാം ബാക്കിയുള്ളതെല്ലാം നാളെ തിന്നാനുള്ള കരുതലാണ് അവയുടെ അല്ലേ. അത് മൃഗങ്ങൾക്കും അറിയാം. സിംഹങ്ങൾ ഭക്ഷണം ചെയ്യാൻ വേണ്ടി ഒരു മാനിനെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റു മാനുകളുടെ ഓട്ടം നിർത്തി അപ്പൊ തീറ്റ വിടണം. കാരണം അവയ്ക്കറിയാം ഇനി അവരൊന്നും ചെയ്യത്തില്ല, അത് കിട്ടേണ്ടത് കിട്ടുകയും എന്ന് മാത്രമേ. ഇന്നിപ്പോ തീറ്റ കഴിഞ്ഞ് കിടക്കുന്ന സിംഹം ഒരാഴ്ചത്തേക്കൊന്നും തിന്നത്തില്ലെന്ന് ഈ മാനുകൾക്ക് അറിയാം. അപ്പൊ ഇന്നലെ ഭക്ഷണം കഴിച്ച സിംഹം കിടക്കുന്നെങ്കിൽ മാനുകളുടെ അടുത്തൂടെ കടന്നു പോകും. നത്തിങ് ടു കറി, കാരണം ഇതൊന്നും ചെയ്യത്തില്ല. അവർ സിംഹം എന്തായിരുന്നു, നീ കടന്നു പോയിക്കോടെ, നാളെ എനിക്ക് തിന്നാനുള്ളതല്ലേ, നീ തിന്നും അല്ലേ എന്നാലും സിംഹം കരുതുന്നത്. പക്ഷെ ഇവിടുത്തെ എന്താണ് സംഭവം? All predation will destroy prey and that will destroy the predator itself. So the predators are prudent. ശ്രദ്ധയോടെ കരുതലോടെ ജീവിക്കണം. മനസ്സിലായി?
ഇനി പ്രേ ഹാവ് മോർ വേസ് ടു എസ്കേപ്പ്. അതുകൊണ്ട് നിങ്ങൾ പ്രേസ് എല്ലാം തന്നെ ചാവാൻ തയ്യാറായിരിക്കും. അങ്ങനെയാണോ? തവളകൾ പാമ്പുകൾ പിടിക്കുന്നുള്ളതുകൊണ്ട് തവളകൾ എന്ത് വെള്ളത്തിനടി ഇറങ്ങിയിരിക്കാം, പാമ്പിൽ തിരിച്ചറിയാത്ത പച്ച നിറത്തോടിരിക്കാം, അല്ലേ? പിന്നെ നിറം മാറുന്ന ജന്തുക്കളുടെ ഓന്ത് നിറം മാറുന്നില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ? എന്തൊക്കെയാണ് നമുക്ക് വാട്ട് ആർ ദ മെത്തേഡ്സ് ദീസ് ഓർഗാനിസം അഡോപ്റ്റ് ടു എസ്കേപ്പ് ഫ്രം ദ പ്രേ? ഒന്ന് കാമോഫ്ലേജ്. പഠിച്ചിട്ടുണ്ടാവും കാമോഫ്ലേജ്, നിറം മാറാനുള്ള കഴിവാണ് കേട്ടോ. പരീക്ഷയിൽ ചോദിക്കും, ഈ വാർത്ത പരിധിയില്ലെങ്കിൽ പറഞ്ഞു പഠിച്ചോണം. കാമോഫ്ലേജ്. നിങ്ങൾ തന്നെ ഈ പട്ടാളക്കാരുടെ ഡ്രസ്സുള്ള ഒരു പട്ടാളക്കാട് പോലത്തെ അടയാളമുള്ള ഒരു ഡ്രസ്സ് ഇടുമ്പോൾ കാമോഫ്ലേജ് തന്നെ കളിക്കും. അതാണ് പട്ടാളക്കാർ വനത്തിനെ പൊളിച്ചിരിക്കുമ്പോൾ മേളിൽ നിന്ന് നോക്കിയാൽ ശത്രുക്കൾ കാണാതിരിക്കാനാണ് അതിന്റെ നിറം. ഇതുപോലെയാണ് കാമോഫ്ലേജ്. എന്താണ്? സർട്ടൻ ഓർഗാനിസംസ് ചേഞ്ച് ദ കളർ അക്കോർഡിംഗ് ടു ദ എൻവയോൺമെന്റ് ടു എസ്കേപ്പ് ഫ്രം ദ പ്രഡേറ്റർ. നിങ്ങളൊരു മരത്തിന്റെ തടി ചെന്ന് നോക്കിയൊന്നും കാണത്തില്ല. പക്ഷെ ഇത് താഴെ മുകളിലൂടെ തടവി കഴിഞ്ഞാൽ കുറെ ചെറുതികൾ ചെറിയ കീടങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് മരത്തിന്റെ അതേ നിറമായതും കാണാൻ പറ്റത്തില്ല. മനസ്സിലായി? മറ്റൊന്നാണ് ക്രിട്ടിക്കൽ കളറേഷൻ. ക്രിട്ടിക്കലി കളേർഡ് ടു ദ സറൗണ്ടിങ്. അതായത് സറൗണ്ടിങ്ങുമായിട്ടുള്ള ആ കട്ടിയുള്ള നിറം നമുക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിസണസ് ബിഹേവിയർ. മറ്റൊന്നാണ് പോയിസണസ് ബിഹേവിയർ. അത് ഞാൻ പറഞ്ഞു കാമോഫ്ലേജ്, ക്രിട്ടിക്കൽ കളറേഷൻ ടു ദ എൻവയോൺമെന്റ്, നിറം മാറാനുള്ള കഴിവ്. രണ്ട് പോയിസണസ് ബിഹേവിയർ. ചില എന്തെങ്കിലും പോയിസണസ് ആയപ്പോൾ പഠിക്കാലത്ത് ഞാൻ പറയാം തവളകളുണ്ട്. ചില തവളകൾ ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നിറം, പക്ഷെ അത് വിഷമുള്ളതായിരിക്കും. അതൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് പാമ്പുകൾക്ക്. നീ എന്നെ തിന്നരുത്, ഞാൻ ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് പാമ്പുകൾ തിന്നത്തില്ല. എന്നറിയാം ഇത് വിഷമുള്ള ഇതാണ്. അങ്ങനെയാണ്. കുമിള് തന്നെ വെള്ള നല്ലതാണ്, പക്ഷെ നിറമുള്ള കുമിളുകൾ വിഷമെന്ന് അറിഞ്ഞൂടെ? അത് കുമിള നിങ്ങൾ പറയുകയാണ് എന്നെ തിന്നരുത്, ഞാൻ അപകടകാരിയാണ് എന്ന് സ്വയം മറ്റുള്ളവർ പറയുകയാണ് ആക്ച്വലി. അപ്പൊ നോക്കൂ, മൊണാർക്ക് ബട്ടർഫ്ലൈ. മൊണാർക്ക് ബട്ടർഫ്ലൈ സാധാ ബട്ടർഫ്ലൈ നിങ്ങൾക്ക് ടി വിയിലൊക്കെ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാം. മൊണാർക്ക് ബട്ടർഫ്ലൈ നിങ്ങൾ വീട്ടിൽ വരുന്നതാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. ഇത് കിളിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്റെ ഇറച്ചി. ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ അതുകൊണ്ട് ഇവിടെ എണ്ണം കുറയുന്നു, അല്ലേ? അപ്പോഴത്തേക്ക് ഇവയുടെ മുട്ട വിരിഞ്ഞ് വരുന്ന കാറ്റർപില്ലർ പുഴു ഒരു വിദ്യ കണ്ടുപിടിച്ചു. ഇത് നേരെ മണ്ണിലിറങ്ങി ഒരു പ്രത്യേകതരം പുല്ല് തിന്നു. കാഞ്ഞിരത്ത് കയ്പുള്ള പോലെ ഒരു പുല്ല് തിന്നു. എന്നിട്ട് അതിന്റെ ഇറച്ചിക്ക് ഒരു കയ്പുണ്ടാക്കി വെക്കും. എന്നിട്ടത് ബട്ടർഫ്ലൈ പറന്നു തുടങ്ങുമ്പോൾ ഈ കിളികൾ പിടിച്ച് തിന്നുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം തോന്നുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ പിന്നെ തിന്നാതെ. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും ചൊറിയാണോ എടുത്ത് വറുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചൊറിയാണ് എടുക്കും. ഇല്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, അല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവർ. ഇതുപോലെ തന്നെ ജന്തുക്കളും പഠിക്കും, പാഠങ്ങൾ പഠിക്കും. സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു മാനിന്റെ കുട്ടി ഓടും, അല്ലെ? അതിന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് സിംഹമാണോ ഓടിക്കും. അതുകൊണ്ട് തന്നെ അറിയാം. കുറച്ചൊക്കെ ജനറ്റിക്കലായിട്ട് എല്ലാവർക്കും അറിയാം, അല്ലേ? അത് എലിക്കുഞ്ഞിനെടുത്ത് വെളിച്ചത്ത് വെച്ചാൽ ഇരുട്ടത്തോട്ട് ഇറങ്ങിപ്പോകും. കണ്ണുപോലും തുറക്കത്തില്ല, പക്ഷെ ഇരുട്ടത്തോട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെയൊക്കെയാണത്. അതെല്ലാം ജനറ്റിക്കലി ലേബൽഡാണ്. അപ്പോൾ in monarch butterfly become distasteful to predators with a specific chemical in the body acquired by eating a poisonous weed in caterpillar stage. Poisonous weed എന്ന് വെച്ചാൽ വിഷമുള്ള ഒരു പുല്ല്, കള. കാറ്റർപില്ലർ എന്ന് വെച്ചാൽ പുഴുവായിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളയൊക്കെ തിന്ന് ശരീരം നല്ല ടേസ്റ്റ്ലെസ് ആക്കിയിട്ട് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് വെച്ചാൽ രുചികരമല്ലാത്ത അവസരമായി മാറ്റിയെടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി മറ്റൊന്ന് നോക്കൂ. ഫോർ പ്ലാന്റ്സ് ഹെർബിയോഴ്സ് ആർ പ്രഡേറ്റേഴ്സ്, അല്ലേ? സസ്യങ്ങളെന്ന് വെച്ചോളാം, സസ്യപൂക്കളെല്ലാം തന്നെ അവരുടെ പ്രഡേറ്റർ അല്ലേ? 25% ഓഫ് ഇൻസെക്ട്സ് ആർ ഫൈറ്റോഫേജസ്. ഈ ഇവിടെ ഉള്ള കീടങ്ങൾ 20% സസ്യങ്ങളെ തിന്നുന്നതാണ്. ഫൈറ്റോഫേജ് എന്ന് വെച്ചാൽ സസ്യങ്ങളെ തിന്നുന്നതാണ്. ഫീഡിംഗ് പ്ലാന്റ്സ് സാപ്പ് ആൻഡ് പാർട്സ് ഈറ്റിംഗ്. ചെടിയുടെ കാറ വിട്ട് കുടിക്കുകയോ ഭക്ഷണത്തെ കാണുന്ന തിന്നുകയോ ചെയ്യും. അതുകൊണ്ട് ചെടികളെല്ലാം തന്നെ ചെടികൾക്ക് കീടങ്ങൾ വരുമ്പോൾ ഓടാണ് നോക്കത്തില്ല. അതുകൊണ്ട് ചെടികളും രക്ഷപ്പെടാൻ ചില രീതികളൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നോക്കൂ. സോ പ്ലാന്റ്സ് കനോട്ട് റൺ അവേ, ദേ ഡെവലപ്പ് സർട്ടൻ ഡിഫൻസ് മെക്കാനിസം. ഒന്ന് കെമിക്കൽസ്, ചില രാസവസ്തുക്കൾ അതിനകത്ത് കാണും. തേയില ചെടിക്കാതെ ടീ, കാപ്പി ചെടിക്കാതെ കഫീൻ, പുകയില ചെടിക്കാതെ നിക്കോട്ടിൻ, ഇതെല്ലാം പിന്നെ കാഞ്ഞിരത്തിനകത്ത് സ്ട്രിക്നിൻ, സിങ്കോണ ചെടിക്കാതെ ക്യുനൈൻ. കേട്ടിട്ടുണ്ടോ? ക്യുനൈൻ മലേറിയയുടെ മരുന്നൊക്കെ ഉപയോഗിക്കും. ഇതെല്ലാം തന്നെ ചെടി ഉണ്ടാക്കി വെച്ചേക്കുന്നത് മനുഷ്യന് ദോഷം ചെയ്യാനല്ല, അവയെ കീടങ്ങൾ തിന്നായിരിക്കും. അതുപോലെ തന്നെ ചെടിക്ക് മുള്ള്, തോൺസ്, അല്ലേ? അക്കേഷ്യക്കകത്തും അല്ലെങ്കിൽ ഈ കാക്ടസിനകത്തൊക്കെ മുള്ളുകളുണ്ട്. ദെൻ മേക്ക് ഈറ്റേഴ്സ് സിക്ക് വെൻ ഈറ്റ്.
പിന്നെ അതുള്ള കെമിക്കൽസ് ഒക്കെ ഈ ജന്തുക്കൾ തിന്നു കഴിഞ്ഞാൽ അവ സിക്കായി മാറും അല്ലേ, അല്ലെങ്കിൽ അവയ്ക്ക് ഇൻഡൈജഷൻ ദഹനക്കേടൊക്കെ ഉണ്ടാവും, പിന്നെ തിന്നു വേണം, പിന്നെ അത് തിന്നത്തില്ല. ഇന്ന് കഴിഞ്ഞ സംഭവം ഭയങ്കര വയറ് തന്നെയാണ്, ഞാൻ തിന്നുന്നില്ല എന്നത് മനസ്സിലറിയാൻ മതി. നമ്മളോട് പറയുന്നത് അവരുടെ ഭാഷയിൽ അത് തിന്നത്തില്ല, മണം കഴിച്ചിട്ട് പോകുന്ന അറിയണ്ട. നമ്മൾ പശു കൊടുത്ത എല്ലാ പുല്ലും തിന്നും, ഒന്നുമില്ല, എല്ലാ സസ്യം തിന്നത്തില്ല, ചിലത് തിന്നത്തില്ല. അതിനറിയാൻ അതെന്തോ കെമിക്കൽ ഉണ്ടാവും. ആഞ്ഞലൊന്നും പശു തിന്നത്തില്ല അല്ലേ, പുല്ലുകൾ അങ്ങനെയാണ്. ഒന്നുകിൽ ഇത്തരം കെമിക്കൽസ് എന്ത് ചെയ്യുന്നു, അവയ്ക്ക് ഡൈജഷൻ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ ഡിസ്ട്രപ്റ്റ് റീപ്രൊഡക്റ്റീവ് കേസ്, റീപ്രൊഡക്ഷൻ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഫോർ എക്സാമ്പിൾ കലോട്രോപ്പിസ്, എരിക്ക് കണ്ടിട്ടുണ്ട്, എരിക്ക് എന്ന ചെടി പടമായിട്ട് കാണില്ല, എരിക്ക് കലോട്രോപ്പിസ് പണ്ട് കാണിച്ചുള്ള. കലോട്രോപ്പിസ് എന്ത് ചെയ്യുന്ന പറയുമോ, അതിനകത്തൊരു കാർഡിയാ ഗ്ലൈക്കോസിലിക് എന്നൊരു കെമിക്കൽ ഉണ്ട്. കാർഡിയാക്ക് ഗ്ലൈക്കോസിക്സ്, ഇത് പരീക്ഷ ചോദിച്ചതാണ്. കാർഡിയാക്ക് ഗ്ലൈക്കോസിക്സ് ഇത് കെമിക്കൽ, ഇത് എഴുതിയിരിക്കുന്നുണ്ട്, കലോട്രോപ്പിസ് ഉണ്ട്. ഇത് പശുക്കൾ തിന്നുവാണെങ്കിൽ അതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചത്തു. അപ്പൊ കാർഡിയോ ഗ്ലൈക്കോസിന്റെ ഒരു സ്മെല്ലുള്ള തിന്നത്തില്ല, അഥവാ തിന്നുപോയാലും ഹാർട്ട് അറ്റാക്ക് ആണ് ചത്തു എന്നുള്ളതും അത് തിന്നത്തില്ല. സോ കലോട്രോപ്പിസ് കാസ് കാർഡിയോ ഗ്ലൈക്കോസിസ്, സോ നെവർ ഗ്രേസ്ഡ് ബൈ കാറ്റിൽ ഓർ ഗോട്ട്. ഇതിന് ഒരിക്കലും പശു ആടോ തിന്നത്തില്ല, തിന്ന അപ്പൊ തട്ടിപ്പോകും അല്ലേ. അതവയ്ക്ക് അറിയാമെന്ന് വെച്ചാൽ അറിയാം. എങ്ങനെ അറിയാം, അതിന്റെ കൂടുതലുണ്ടെന്ന് വെച്ചാൽ ആദ്യം കണ്ടിട്ടുണ്ടായിരിക്കും, പിന്നെ അതിന്റെ ആ ഗന്ധം ഇഷ്ടപ്പെടാതെ പോകാം, ഇങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കാം. എന്തായാലും ശരി, അത് ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഹൗ കലോട്രോപ്പിസ് എസ്കേപ്പ് ഫ്രം ഗ്രേസിംഗ് ആനിമൽസിന് ചോദിച്ചിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾ എഴുതി വെക്കും. അത് മുള്ളുണ്ട് നാറ്റുണ്ട് അതൊന്നുമല്ല, കാർഡിയോ ഗ്ലൈക്കോസിൽ നിന്ന് കെമിക്കൽ ഉണ്ടെന്ന് തന്നെ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടും. അടുത്ത കെമിക്കൽ സെക്രേറ്റഡ് ബൈ പ്ലാന്റ്സ് സച്ച് ആസ് നിക്കോട്ടിൻ, കഫീൻ, ക്യുനൈൻ, സ്ട്രിക്നിൻ, ഓപ്പിയം. ഓപ്പിയം കറുപ്പ്, ഓപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പെടുന്ന ചെടികൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഏതാണ്? പപ്പാവർ സോംനിഫറ, പപ്പാവറേസിയ ഫാമിലിയിൽപ്പെട്ട ചെടിയിൽ നിന്ന് നമ്മളെ സിൻകാർപ്പസ് ഗൈനീഷ്യത്തിന്റെ എക്സാമ്പിൾ പഠിച്ചല്ലേ കറുപ്പെടുക്കും. ആ ചെടിയിൽ നിന്ന് കറുപ്പുണ്ടാക്കുന്ന മനുഷ്യൻ നിന്ന് പൂസ ഇടകെട്ടെന്ന് വെച്ചിട്ടൊന്നുമല്ല. ആ ചെടിയുടെ അത്ര കെമിക്കൽ നമ്മൾ ചില ഉപയോഗം കണ്ടുപിടിച്ചതാണ്. ആയുർവേദത്തിൽ എല്ലാം മരത്തിൽ ചെടിയല്ലേ, അത് ചെടി ഉണ്ടാക്കിയത് നിങ്ങളുടെ അസുഖം മാറ്റാനൊന്നുമല്ല. ആ കെമിക്കലിൽ നമുക്ക് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്, നമ്മൾ കണ്ടുപിടിക്കരുത്. സോ ആർ ഡിഫൻസ് എഗൻസ്റ്റ് ഗ്രേസേഴ്സ് ആൻഡ് ബ്രൗസേഴ്സ്. വലിച്ചു വലിച്ച് തിന്നുന്നവരെയോ അല്ലെങ്കിൽ കടിച്ചു വലിച്ച് തിന്നുന്നവരെയോ ഒക്കെ ഉള്ള ജന്തുക്കളെ അകറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മനസ്സിലായാലും ഇത്രയാണ് അതിനകത്ത്. ഇതെല്ലാം പോയിന്റുകളാണ് പഠിച്ചു. അടുത്തത് കോമ്പറ്റീഷൻ. മൈനസ് മൈനസ്, രണ്ട് ജന്തുക്കൾ ഉണ്ടാക്കി രണ്ടിനും ദോഷം. അതാണ് കോമ്പറ്റീഷൻ. ഇച്ചിരി വാരിയിട്ട് പൂച്ചയും പട്ടിയും വന്ന് കടിയോട് കടി രണ്ടിനും മുറിഞ്ഞു വാരി, ഒന്നിനും ഭക്ഷണം കിട്ടിയതുമില്ല, ഇച്ചിരി കാക്കം കൊണ്ടുപോയി ചെയ്തു, രണ്ടും ദോഷം. ഇതെപ്പോഴാണ്? ഇച്ചിരി കുറച്ചുള്ളപ്പോഴാണ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ കുറെ ഇച്ചിലുണ്ട്, കുറെ പൂച്ചകളും പട്ടികളുണ്ട്, കുറെ ഇച്ചിരി വരെ അങ്ങോട്ടും ഇട്ടു, കുറെ വരെ ഇങ്ങോട്ടും ഇട്ടു, പട്ടികൾ അവിടെയും പൂച്ചകളവിടെ, നോ കോമ്പറ്റീഷൻ. പക്ഷെ കുറച്ച് കുട്ടികൾ നടക്കും, വായന 5 പട്ടികളുണ്ട്, 5 പൂച്ചകളുണ്ട്, ഒരു പിടി ഭക്ഷണമുണ്ട്, കോമ്പറ്റീഷൻ. അപ്പോൾ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, കോമ്പറ്റീഷൻ അതാണ്. ഇറ്റ് ഓക്കർ വെൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ് അല്ലേ. അപ്പം അത് അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞത്, ഇൻ ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ് വിസിറ്റിംഗ് ഫ്ലെമിംഗോ ആൻഡ് റെസിഡുവൽ ഫിഷസ് കമ്പീറ്റ് ഫോർ ഫുഡ് സൂപ്ലാങ്കൻ. അതായത് പുസ്തകത്തിൽ പറഞ്ഞ എക്സാമ്പിളാണ്, ഇത് എല്ലായിടത്തും ഉള്ളതാണ്. ഷാലോ അമേരിക്കൻ ലേക്സ്, അതായത് അമേരിക്കയിലുള്ള ആഴം കുറഞ്ഞ തടാകങ്ങളിൽ അവിടെയുള്ള ചില ഫിഷസ് ഉണ്ട്. അത് അവിടുത്തെ സൂപ്ലാങ്കൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഫ്ലെമിംഗോ കയറി വരും. അപ്പോൾ ഇവർ നമ്മൾ കൊത്തായി, ഈ മീനുകൾ ഫ്ലെമിംഗോ തമ്മിൽ കൊത്തുകൂടും. കാരണം ഫ്ലെമിംഗോസ് വന്നിട്ട് ഇങ്ങനെ വലിയൊരു അരിപ്പ് പോലത്തെ ഒരു കൊക്കുകൊണ്ട് ഇതിങ്ങനെ വെള്ളം അരിച്ചെടുത്ത് സൂപ്ലാങ്കൻ മുഴുവൻ തിന്നുമ്പോൾ ഈ മത്സ്യങ്ങൾ കിട്ടാതെ വരും. ഒരു കോമ്പറ്റീഷൻ. അതുപോലെ സംടൈംസ് കോമ്പറ്റീഷൻ മേ ഓക്കർ ഇൻ അൺലിമിറ്റഡ് റീസൺസ് ആൾസോ. അപ്പം കോമ്പറ്റീഷൻ കാരണം ലിമിറ്റഡ് റിസോഴ്സ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ചിലപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സ് ഉള്ളപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ തന്നെ വിളിക്കും ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ കോമ്പറ്റീഷൻ ഓക്കർ വെൻ ദ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ് ഇസ് കാൾഡ് ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ. ഇന്റർഫറൻസ് കോമ്പറ്റീഷൻ പോയിന്റുകളാണ്. കോമ്പറ്റീഷൻ നടക്കുന്ന റിസോഴ്സ് ലിമിറ്റഡ് ആകുമ്പോഴാണ്, പക്ഷെ അൺലിമിറ്റഡ് ആണെങ്കിലും നടക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗാലപ്പഗോസ് ദ്വീപുകളിൽ അബിഡൻ എന്ന് പറയുന്ന ഒരു ആമയുണ്ടായിരുന്നു. അബിൻഡൻ എന്ന് പറഞ്ഞ ആമയുണ്ടായിരുന്നു ഗാലപ്പഗോസ് ദ്വീപുകളിൽ. അപ്പോൾ അത് നോക്കിയാൽ എന്തായിരുന്നു, കോമ്പറ്റീഷൻ പ്രൂവ്സ് ദാറ്റ് ഫിറ്റ്നസ് ഓഫ് ദ സ്പീഷീസ് വിത്ത്
ഹയർ എബിലിറ്റി വിൽ റെഡ്യൂസ് ദ പ്രസൻസ് ഓഫ് അതേഴ്സ്. അപ്പോൾ നല്ല കഴിവുള്ളവയാണ് അല്ലാത്തവരെ നശിപ്പിച്ച് കളയും. അതാണ് കോമ്പറ്റീഷൻ പ്രത്യേകത. അപ്പോൾ പൂച്ചയും പട്ടിയും കഴിവിടുമ്പോൾ അവസാനം പൂച്ചകളെ പട്ടികൾ കടിച്ച് ഓടിക്കും. എന്നിട്ട് ഓടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പട്ടിക്ക് തീറ്റ കിട്ടും. പക്ഷെ അപ്പോഴത്തേക്കും കയ്യിലും കാലം മുറിവൊക്കെ ഉണ്ടായിരിക്കും. അത് പറയും. അപ്പം ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ കഴിവുള്ളവർ കഴിവില്ലാത്തതിനെ അതിജീവിക്കുന്ന അർത്ഥം. ഇവ ഇന്റർഫറൻസ് കോമ്പറ്റീഷന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഗാലപ്പഗോസ് ദ്വീപുകളിനകത്ത് അബിഗ്ഡൻ എന്ന് പറയുന്ന ഒരുതരം ആമകളുണ്ടായിരുന്നു. ഒരു ദ്വീപാണ്, വേറെ ഒരു മൃഗം അവിടെ ഇല്ല. അവിടെ 5-6 ആടുകളെ കൊണ്ടിട്ടു സയന്റിസ്റ്റുകൾ. പരീക്ഷണത്തിന് 2 ആടുകളെ കൊണ്ടിട്ടു, 5-6. കുറെ കഴിയുമ്പോൾ ആമകളെല്ലാം ചത്തുപോയി. ഒരുപാട് പുല്ലുകളുണ്ടല്ലോ, ഇപ്പൊ റിസോഴ്സ് അൺലിമിറ്റഡ് ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ആമകൾ ചത്തുപോയി? കാരണം ആമയുടെ എണ്ണം കുറഞ്ഞു. കാരണം ആമകൾക്ക് ആടുകൾ കൂടെ ഓടിയിടം തിന്നാനുള്ള കഴിവില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ആര് ജയിച്ചു? ആട് ജയിച്ചു. ആമകൾ തിന്നേണ്ടതെല്ലാം പോയി ആട് തിന്നും തീർത്തു. പിന്നെ ദൂരോട്ട് പുല്ലുണ്ട്, പക്ഷെ ആമയ്ക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. കാരണം നടക്കാനുള്ള കഴിവില്ല. ആളുകൾ അങ്ങോട്ട് പോയി തിന്നു, ആമ തിന്നിടത്തെല്ലാം തിന്നു, അവസാനം ആമകളെല്ലാം കുറഞ്ഞു. അപ്പം കോമ്പറ്റീഷന്റെ ഫലമായിട്ട് റിസോഴ്സ് അൺലിമിറ്റഡ് ആണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം. ദാറ്റ്സ് കാൾഡ് കോമ്പറ്റീഷൻ റിലീസ്. അത് നോക്കണം. ഇൻ ഗാലപ്പഗോസ് ഐലൻഡ് വെൻ ഗോഡ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്, അബിഗ്ഡൻ ടോർട്ടോയ്സ് reduced due to the inefficiency of grazing or browsing of to goats. ആടിനോടൊപ്പം തന്നെ ഓടിയിടന്ന് ഗ്രേസിംഗ് നടത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ വെച്ചു. അപ്പോൾ അതിന്റെ നിയമം എന്താ പറയുന്നത്? ഇൻ പ്രസൻസ് ഓഫ് സുപ്പീരിയർ സ്പീഷീസ് it will be preventing the presence of another species is called competition release. In presence of a superior species, existence of another species will be prevented. 2 ജന്തുക്കൾ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ കഴിവുള്ളവനുള്ളിടത്ത് കഴിവില്ലാത്തതിന് നിലയിൽ കണക്കില്ല. നമ്മുടെ വീട്ടിൽ പൂച്ചകളും പട്ടികളും ഉണ്ടെങ്കിൽ കുറെ ദിവസം കഴിവ് കുറെ കഴിവ് കാണാൻ നിങ്ങളുടെ വീട്ടിൽ ആരില്ല, പൂച്ച കാണാനില്ല, ഇവിടെ നാടുവിട്ട് ഇവിടെ നിന്ന് കഴിവുള്ള തീറ്റയും കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർത്തോ. So in presence of superior species, inferior species cannot survive in a population അല്ലെങ്കിൽ in a habitat. It is called competitive release. മത്സരിച്ച് റിലീസ് ഇവിടെ ഇവിടെ നിൽക്കണ്ട. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയാം. കോണൽസ് എലഗൻസ് ഫീൽഡ് എക്സ്പെരിമെന്റ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എഴുതുന്നില്ല, അങ്ങനെയല്ലേ കോമ്പറ്റേറ്റീവ് റിലീസ്. ഇനി ഇത് ശരിയാണെന്ന് അറിയാൻ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. കോണൽസ് എലഗന്റ് ഫീൽഡ് എക്സ്പെരിമെന്റ് എന്നാണ്. കോണൽസ് എലഗന്റ് ഫീൽഡ് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്കോട്ട്ലാൻഡിലെ റോക്കി സീ കോസ്റ്റ്, പാറകൾ നിറഞ്ഞ കടത്തീര. അവിടെ കുറച്ച് ഭാഗം വലയടിച്ച് മാറ്റി നേതൃത്വം. എന്നിട്ട് അവിടെ നിന്ന് പറയുമ്പോൾ അവിടെ ഒരു തരം ബെർനാക്കിളിനെ കൊണ്ടിട്ട്. ബെർനാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറപ്പുറത്ത് പിടിച്ച് ചെറിയ ചിപ്പികളുണ്ട്. ബെർനാക്കിൾ ഈ തിമിംഗലത്തിന്റെ വാലിലൊക്കെ കാണും. അപ്പൊ ചെറിയ ചെറിയ ചിപ്പികൾ, ബെർനാക്കിൾസ്, പാറപ്പുറത്തൊക്കെ ഇരിക്കുന്ന അതിനെ കൊണ്ടിട്ട് അതിനൊരു സ്പീഷീസിനോടെ കൊണ്ടിട്ടു. അതിന്റെ പേര് ബെലാനസ്. ബെർനാക്കിൾ ആരെ കൊണ്ടിട്ടു? ബെലാനസിനെ കൊണ്ടിട്ടു. അവിടെ നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചത്മാളൂസ് എന്നാണ്. ഇതിൽ ആരെ പാവം? ചത്മാളൂസ് പാവങ്ങളാണ്. അപ്പോഴാണ് ബലവാനായ വ്യക്തികൾ കൊണ്ടിട്ടു. അപ്പൊ എന്ത് തുടങ്ങി? കോമ്പറ്റീഷൻ തുടങ്ങി. കുറച്ചപ്പോൾ ആരില്ല, ചത്മാളൂസ് തന്നെ ചത്തുപോയി. കാരണം ബലാനസ് എന്ന് പറയുന്നത് ബലവാനാണ്. ഓർത്തിരിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് കേട്ടോ. Balanus is a superior barnacle that caused the extinction of inferior barnacle called chapmalus. ഈ എക്സ്പെരിമെന്റ് വിളിക്കുന്നവരാണ് കോണൽസ് എലഗൻസ് ഫീൽഡ് എക്സ്പെരിമെന്റ്. വഴി ചോദിച്ചിട്ടുണ്ട്. പേര് രണ്ട് ചെട്ടിക്കൊണ്ട് കാര്യമില്ല, മലയാളത്തിൽ ചോദിച്ചാൽ മതി. ബർനാക്കിൾ എന്ന് പറയുന്ന 2 തരത്തിലുണ്ട്. ബലാനസും ചത്മാളൂസും. സ്കോട്ട്ലൻഡിന്റെ പാറപ്പുറം നിറഞ്ഞ കടത്തീരത്ത് ഒരു പ്രദേശത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ബലാനസ് എന്ന് പറയുന്ന ബർനാക്കിളിനെ കൊണ്ടിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട എന്ത് തരത്തിലുള്ള പാവപ്പെട്ട ഉപയോഗിക്കരുത്, വീക്കായിട്ടുള്ള ബർനാക്കിൾസ് കാൾഡ് ചത്മാളൂസ് എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോയി. It is showing that when 2 species compete for existence, അല്ലെങ്കിൽ when 2 species interact by competition, the superior one will eliminate the inferior one.
പിന്നെ അതാണ് എക്സാമ്പിൾ. അടുത്ത in competition, plants and herbivores are more affected negatively than carnivores. In competition, plants and herbivores are more effectively affected than carnivores. കോമ്പറ്റീഷൻ നടക്കുമ്പോൾ സസ്യങ്ങൾക്കും സസ്യഭുക്കുകൾക്കുമാണ് കൂടുതൽ ദോഷമുള്ളത്. ആരെക്കാൾ? മാംസഭുക്കുകളേക്കാൾ. കാരണം സസ്യഭുക്കുകളെയും സസ്യങ്ങളെയും ആര് തട്ടും? സസ്യഭുക്കുകൾ സസ്യങ്ങളെ ധാരാളം തിന്നും, അവയെ മാംസഭുക്കുകൾ കഴിക്കും, അല്ലെ? ഇവിടെ കോമ്പറ്റീഷൻ നടക്കുവാണെങ്കിൽ ആരായിരിക്കും കൂടുതൽ അഫക്റ്റഡ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളും സസ്യഭുക്കുകളും ആയിരിക്കും കാർണിവേഴ്സിനേക്കാൾ കൂടുതൽ അഫക്റ്റഡ് ആവുന്നതെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതുപോലെ മനസ്സിലാക്കി വെച്ചാൽ. അടുത്തത് ഗോസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ്. വേറെ വെച്ചിട്ടാണ് ഗോസ് കോമ്പറ്റീഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ്. ഇതൊന്നുമില്ല, അത് വാക്ക് തന്നെ അർത്ഥമുണ്ട്. എക്സ്ക്ലൂഷൻ ഒഴിവാക്കുക, പ്രിൻസിപ്പൽ നിയമം, ഗോസ് ഒന്ന് മനസ്സിലാവുക. അത് എത്രയേ ഉള്ളൂ. വെൻ ടു populations are interacted competitively for a limited resource, the interaction may not exist indefinitely. അതായത് കോമ്പറ്റീഷന്റെ കാര്യത്തിൽ രണ്ട് ജന്തുക്കൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാലവും നിലനിൽക്കത്തില്ല. They cannot cooperate indefinitely. ആദ്യകാലത്ത് അവർ ചിലപ്പം താല്പര്യത്തോടെ സഹകരിച്ച് പോയാൽ പോലും അത് എല്ലാ കാലം നിൽക്കത്തില്ല. കാലം കഴിയുമ്പോൾ സുപ്പീരിയർ വൺ വിൽ എലിമിനേറ്റ് ദ ഇൻഫീരിയർ വൺ എന്നാണ് പറയുന്നത്. സാർ എന്താ കേട്ടോളൂ. Says when two closely related species competitive for some same resource cannot coexist indefinitely, inferior one will eliminate if the resources are limited. അത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിന് വേണ്ടിയിട്ട് രണ്ട് സ്പീഷീസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോമ്പറ്റീഷൻ ഇൻഡെഫിനിറ്റ് ആയിട്ട് അങ്ങ് പോകത്തില്ല. കാലം കഴിയുമ്പോൾ ഒന്ന് മറ്റൊന്ന് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഞാൻ മലയാളത്തിൽ വേറെ എക്സാമ്പിൾ മനസ്സിലാക്കും. നിങ്ങളുടെ വീട്ടിൽ 5 പട്ടിയുണ്ട്, 5 പൂച്ചയുണ്ട്. നിങ്ങൾ കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ന് ഇവർ വരുന്നു, കടി കൊടുക്കുന്നു, കുറച്ച് രണ്ടുപേരും തിന്നുന്നു, വീണ്ടും വരുന്നു, കടി കൊടുക്കുന്നു, കുറച്ച് രണ്ടുപേരും തിന്നുന്നു. ഇങ്ങനെ എല്ലാ കാലവും നിൽക്കത്തില്ല. കാലം കഴിയുമ്പോൾ പട്ടികളെല്ലാം കൂടെ ചേർന്ന് ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അവരെല്ലാം കടിച്ചങ്ങ് ഓടിക്കും, ഉറപ്പാണ്. അല്ലാതെ ഇന്ന് നമുക്ക് വരാൻ കടി വിടാം, കുറച്ച് തിന്നാം, അടുത്ത ദിവസം കടി വിടാം, കുറച്ച് തിന്നാം, അങ്ങനെ പോകത്തില്ല. ഒരു 5-6 ദിവസം പട്ടികളെല്ലാം കൂടെ ഭക്ഷണം ഇല്ലാത്ത സമയം നോക്കി ഈ പൂച്ചകളെ ഓടിച്ചിട്ട് കടിച്ച നാട് പിടിക്കും. ഇതാണ് ഈ പറഞ്ഞ കാര്യം. ഇനി വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കേട്ടുള്ളൂ. When two closely related species competing for same resource cannot coexist indefinitely. എല്ലാ കാലം അങ്ങനെ പോകത്തില്ല. Inferior one will be eliminated if the resources are limited. റിസോഴ്സ് ലിമിറ്റ് ആയതുകൊണ്ടാണ് കോമ്പറ്റീഷൻ വന്നത്. ഇൻഫീരിയർ വണ്ണിനെ സുപ്പീരിയർ വണ്ണിനെ എലിമിനേറ്റ് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. അതാണ് പറയുന്നത്. ബട്ട് മെമ്പേഴ്സ് ഡെവലപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ പൂച്ചയും പട്ടിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത പോലെ പ്രകൃതി വേറെ ഇന്ററാക്ഷൻസ് ഒക്കെ അവിടെ വരുമ്പോഴത്തേക്ക് കടി കൊണ്ട് ചാവാനും നാടുവിടാനും വേണ്ടിയൊന്നും എല്ലാം തയ്യാറാകത്തില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വനത്തിലൊരു പുൽമേട്ടിൽ ഒരു കന്നുകാലി കൂട്ടം പോവുകയാണ്, എരുമയുടെ ഒരു കൂട്ടം പോവുകയാണ് എന്ന് വെച്ചോളൂ. എരുമയുടെ എന്നല്ല, നാൽക്കാലികളുടെ ഒരു കൂട്ടം പോവുകയാണ്. ഈ മാനുകൾ തന്നെ പറഞ്ഞു. അപ്പോൾ കാട്ടുപോത്തിന് എടുക്കണം. കാട്ടുപോത്താകുമ്പോൾ കറക്റ്റാണ്. കാട്ടുപോത്തിന്റെ ഒരു കൂട്ടം പോകണം. അപ്പം സിംഹം, കടുവ, പുലി, കഴുതപ്പുലി, ചെന്നായി, കഴുകൻ, ഇത്രയും ജന്തുക്കൾ അവിടെ വന്ന് നിൽപ്പുണ്ട് ഇതിനെ പിടിക്കാൻ. പക്ഷെ ഒന്നിനെ പിടിക്കാൻ കാട്ടുപോത്ത് ബൈസൺ എന്ന് പറയുന്നത് ഭയങ്കര വെട്ടിക്കളയും, അതുകൊണ്ട് അടുക്കാൻ വയ്യ. അന്നേരം ഇരുമ്പോൾ കാണാം ആ കാട്ടുപോത്തിന്റെ കൂട്ടത്തിൽ ഒരു വളരെ പ്രായം ചെന്ന നടക്കാൻ ശേഷിയില്ലാത്ത ഒരെണ്ണമുണ്ട്. ഇയാൾക്ക് ആ കൂട്ടത്തിൽ നടക്കാൻ വയ്യ. പതുക്കെ പതുക്കെ വാർത്തയ്ക്ക് അത് വന്ന് അവിടെ വീണു. ബാക്കിയുള്ളവരും പോവുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഇര കിട്ടി. ആരെക്കവിടെ കിടക്കുന്നു തിന്നാൻ? സിംഹം, കടുവ, പുലി, ചെന്നായി, കാട്ടുപോത്ത്, കഴുതപ്പുലി, കഴുകൻ, ഇത്രയും ജന്തുക്കൾ, കാക്ക വരെ അവിടെയുണ്ട്. ആ മൃഗം അവിടെ കിടന്ന് ചാവുകയും ചെയ്തു. തിന്നാൻ ആരാദ്യം പോകും? ഇവരെല്ലാം ഒന്നിച്ചങ്ങോട്ട് പോകുമോ? ഇല്ല. ചെന്നാ അടിയുടെ ഊപ്പാടായിരിക്കും അല്ലേ? അവരവിടെ നോക്കി നിൽക്കും. ആദ്യം ആരായിരിക്കും പോകുന്നത്? സിംഹം പോകും. പോയി അണ്ണം കുരത്തുനിന്ന് തീർന്ന് വയറൊക്കെ പറയുമ്പോൾ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇതാരും പോകും, കടുവ പോകും. അദ്ദേഹത്തിന് ശേഷം പുലി പോകും.
അതിൽ ചെന്നായ പോകും. ഏറ്റവും അവസാനം അതിന്റെ പാല് വന്നത് കഴുകൻ പോകുന്നു അല്ലേ. അല്ലാതെ സിംഹം തിന്നതും കൊണ്ട് മാറിയപ്പോൾ കഴുകനോട്ട് എന്നാൽ എന്തായാലും പുലി കാണിച്ചതിന്റെ ഉറപ്പാടകം അല്ലേ. അപ്പൊ ഒരു തിയറി ഉണ്ട്, അവർക്ക് അറിയാം ഞാൻ മാറി നിൽക്കാൻ നിന്നിട്ട് ബാക്കി തിന്നാം. അങ്ങനെ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കാരണം ഒന്നും മറ്റൊന്നും ഇല്ലാതാക്കത്തില്ലേ. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ബട്ട് മെമ്പേഴ്സ് വിൽ ഡെവലപ്പ് മെക്കാനിസം ടു പ്രൊമോട്ട് കോ എക്സിസ്റ്റൻസ്. അഡ്ജസ്റ്റ്മെന്റ് ആണത്, മറ്റേത് കോ എക്സിസ്റ്റൻസ് ആണ്. ഇല്ലെങ്കിൽ ഒന്നേ മറ്റത് ഇല്ലാതാക്കി കളയും എന്നാ പറഞ്ഞത്. ഇതാണ് എന്താണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഒരു മരത്തിനകത്ത് വാർബിൾസ് ഉണ്ട്. വാർബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഈ അണ്ണാനെ പോലെ ഒരു ചെറിയൊരു ജന്തുവാണ് വാർബിൾസ്. അതിന് സുപ്പീരിയർ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്. കഴിവ് കൂടിയ വാർബിളുണ്ട്, കഴിവ് കുറഞ്ഞ വാർബിളുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിവ് കൂടിയ വാർബിൾ പുറത്തിറങ്ങി തീറ്റയൊക്കെ തിന്ന് തിരിച്ചും കയറി പോകുമ്പോൾ പാവപ്പെട്ട ഇറങ്ങി മുന്നിട്ട്. അപ്പൊ അവരെന്താ സംഭവിക്കുക? അപ്പൊ അവരെ നേരം എടുത്തപ്പോഴേ പഴം തിന്നാൻ വേണ്ടി പാവപ്പെട്ട വാർബിളിങ് ഇറങ്ങി വരുമ്പോൾ പഴം മറ്റാളെങ്കിൽ അടിയും കൊടുക്കുമല്ലേ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും, ഇതാ വീക്കർ വാർബിൾ വിൽ വെയിറ്റ് ഫോർ ദ സുപ്പീരിയർ വൺ വിൽ കം ആൻഡ് ഫോറേജ്. ഫോറേജ് എന്ന് വെച്ചാൽ അപ്പോൾ ദേ വിൽ സെലക്ട് ഡിഫറെന്റ് ഫോറേജിങ് ടൈം. ഫോറേജിങ് എന്ന് വെച്ചാൽ തീറ്റ ചെയ്യുന്നതാണ്. സെലക്ട് സുപ്പീരിയർ ഫോറേജിങ്. ഈ പാവപ്പെട്ട വാർബിൾ പറയാൻ ഞാൻ വൈകിട്ട് തിന്നുന്നു, കാരണം രാവിലെ ആവുമ്പോൾ നിന്നിട്ട് പോട്ടില്ല, അടി ഉൾപ്പാടില്ല. അതാണ് കോ എക്സിസ്റ്റൻസ്. മനസ്സിലായി? ഇതാണ്. ഞാൻ പറയാം, they will select different foraging time of warbles living in the same tree. വ്യത്യസ്ത തരം വാർബിൾ ഒരേ മരത്തിൽ ജീവിക്കുക. അപ്പൊ അണ്ണാന്റെ ആയിരുന്നു കഴിവുള്ള അണ്ണനും കഴിവില്ലാത്ത അണ്ണൻ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ എച്ചിലിടുമ്പോൾ പൂച്ച പട്ടി തീരുമാനിക്കും, പട്ടി തിന്നതിന് ശേഷം എനിക്ക് മതി ഇന്ന് പൂച്ച തരുവാണെങ്കിൽ ഒരു അടിയില്ല, ഒരു അടി ഉണ്ടാകും. പക്ഷെ അവരങ്ങനല്ല, അവർ അടി കൊടുക്കുന്ന സ്വഭാവം. പക്ഷെ ചിലപ്പോ ഒരു കാലം കഴിയുമ്പോൾ പൂച്ച പട്ടി തമ്മിൽ ഇങ്ങനെ ഒരു ധാരണയാണെങ്കിലും പൂച്ചയും പറയാ പട്ടി തിന്നതിന് ശേഷം ബാക്കി എനിക്ക് മതി എന്ന് കരുതുവാണെങ്കിൽ അവർ നിലനിൽക്കോടെ ഒരു അടിയൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ഇത് ചെയ്തത്. അടുത്ത പാരസൈറ്റിസം. ശരിയല്ലേ? കൊതുക് നിങ്ങളെ കടിക്കുന്നു, കൊതുക് പാരസൈറ്റാണ്, നിങ്ങൾ ഹോസ്റ്റാണ്. അപ്പം പാരസൈറ്റിസം ഫോർ ഫുഡ് ആൻഡ് ലോഡ്ജിങ്. ലോഡ്ജിങ്ങിനും പാരസൈറ്റിസം. നിങ്ങളുടെ കുടലിനുള്ളിനകത്ത് വേറെ താമസമുണ്ട്, ഫുഡും കിട്ടും താമസം തന്നെ. ഇവിടെ തലേ പേരുണ്ട്, ഫുഡും കിട്ടും താമസിക്കുന്ന സ്ഥലം. ശരി. ഹോസ്റ്റ് സ്പെസിഫിക്, ഓരോന്നിനും ഓരോ പാരസൈറ്റ് ആയിട്ട്. ഇപ്പൊ മന്ത് രോഗത്തിന് കാരണം ഫൈലേറിയ വരെ ഒരു പാരസൈറ്റാണ്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. കൊതുകിലൂടെ വരും, പക്ഷെ മനുഷ്യനെ താമസിക്കത്തുള്ളൂ. പാരസൈറ്റ്സ് വിച്ച് ലോസ് ഓഫ് സെൻസ് ഓർഗൻസ്, സക്കിംഗ് ഓർഗൻസ് ആൻഡ് അഡ്ഹസീവ് ഓർഗൻസ്, ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ പാരസൈറ്റുകളാണെങ്കിൽ അവയ്ക്ക് ചില കഴിവുകൾ കുറച്ച് മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുടലിൽ വസിക്കുന്ന ഒരു വിരയ്ക്ക് ദഹനഗ്രന്ഥിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം എന്താ? ദഹിച്ച ഫുഡാണ് കിട്ടുന്നത്. കുടലിൽ താമസിക്കുന്നതിന് കണ്ണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. സെൻസ് ഓർഗന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം സെൻസ് ഓർഗൻ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചോളും. പിന്നെ എന്തിനാ അയാൾക്ക് സെൻസ് ഓർഗന്റെ ആവശ്യമില്ല. സക്കിംഗ് ഓർഗൻ വേണം, പിടിച്ചിങ്ങനെ തിന്നാണ് കഴിവുണ്ടായിരിക്കുന്നത്. സോ ദേ വിൽ നോട്ട് ഹാവ് സെൻസ് ഓർഗൻ, then they will have only sucking organ and adhesive organ, less digestive, high reproductive capacity. ഡൈജഷൻ കുറവായിരിക്കും, പക്ഷെ ഭയങ്കര റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. നിങ്ങൾ ടേപ്പോവിന്റെ ഓരോ അവസാനത്തെ സെഗ്മെന്റും ഇങ്ങനെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചിട്ടില്ല. കാരണം അവർക്ക് നിലവിൽ അടുത്ത ജന്തുവിൽ പോയി കയറണമെങ്കിൽ വളരെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എബിലിറ്റി വേണം. ആയിരക്കണക്കിന് മുട്ടകൾ തറയിൽ വീണാലേ വരണമെങ്കിലും അടുത്തൊരു ജന്തുവിന്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ടു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്, ചിലത് ഒന്നും രണ്ട് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. മലേറിയ, കൊതുകും മനുഷ്യനും അല്ലേ. അതുപോലെ തന്നെ ഫൈലേറിയ, കൊതുക് മനുഷ്യൻ. അങ്ങനെയൊക്കെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകളാണ്. ചിലത് കുക്കുവോ പന്നി വഴിയാണ്, അങ്ങനെ ടേപ്പുവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇന്റർമീഡിയറ്റ് ഹോസ്റ്റുകളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി മലേറിയൽ പാരസൈറ്റ് വിത്ത് വെക്ടർ മോസ്കിറ്റോ. മലേറിയ പാരസൈറ്റിന്റെ വെക്ടർ മോസ്കിറ്റോ ആണ്. Then they make a host physically weak to make a more vulnerable. അതാണ് നിങ്ങളുടെ ശരീരത്തിൽ പാരസൈറ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മലേറിയയുടെ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവിടെ തന്നെ നിങ്ങൾ രോഗിയായിട്ട് ഇരുന്ന് എന്തുകൊണ്ടാണ്? ഈ മലേറിയ പാരസൈറ്റ് നിങ്ങളുടെ ബോഡി പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് കുറയണം. കുറഞ്ഞിട്ടായിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ബോഡിയിൽ മലേറിയ പാരസൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെക്കാനിസം ഉണ്ട്, അത് നശിപ്പിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യുന്നു? നിങ്ങളെ രോഗിയാക്കുന്നു, നിങ്ങളെ തളർന്നു കാടാക്കുന്നു, ആരോഗ്യം കുറഞ്ഞ് നിങ്ങളുടെ റെസിസ്റ്റൻസും കുറയും, നിങ്ങളെ കണ്ട് ഇതാണ് വർക്ക് ചെയ്യും. അതിനാണ് നിങ്ങളെ രോഗിയാക്കുന്നത്. സോ ദേ മേക്ക് മോർ ഫിസിക്കലി വീക്ക് ടു മേക്ക് മോർ വൾനറബിൾ. നമ്മൾ അവയ്ക്ക് വൾനറബിൾ ആകണം, വിധേയത്വത്തിന് പോകണം. ഈ പാരസൈറ്റ്സ് എക്ടോ പാരസൈറ്റും ഉണ്ട്, എൻഡോ പാരസൈറ്റ്. നമുക്ക് എക്ടോ പാരസൈറ്റ് ശരീരത്തിൽ പുറത്തുള്ളത് ടിക്ക് ഓഫ് ഡോഗ്, പട്ടിച്ചെടുത്ത് കിട്ടില്ല. അതുപോലെ തന്നെ
കോക്കോപോഡ്സ് ഫിഷസിന്റെ പുറത്തിരിക്കുന്ന ഒരു ചെറിയ ചെള്ളുണ്ട്. ഈ മീനിന്റെ പുറത്തിൽ ഒരു ചെള്ളാണ് കോപ്പോപോഡസ് എന്ന് പറയും. കോപ്പോപോഡ്സ് പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. നോട്ട് എഴുതിയിട്ടുണ്ട്. കസ്തൂട്ട അതിന് മൂടില്ലാത്ത ആള് മരത്തിന്റെ വെള്ളം പിടിച്ചിരിക്കുന്നത്. ഇനി ഫീമെയിൽ മൊസ്കിറ്റോ നോട്ട് എ പാരസൈറ്റ്. ഫീമെയിൽ മൊസ്കിറ്റോ യഥാർത്ഥ ഒരു പാരസൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ചോര പിടിക്കുന്ന മെയിലാണോ ഫീമെയിലാണോ? ഫീമെയിലാണ്. പക്ഷെ അത് ചോര പിടിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടേ അല്ല. പിന്നെ അതിന് മുട്ടയിടാൻ സമയത്ത് ഒരു പ്രത്യേക തരം അമിനോ ആസിഡ് വേണം. ഇത് ആരുടെ ശരീരത്തിലേ ഉള്ളൂ? ഇത് മനുഷ്യന്റെ മാമൽസിന്റെ രക്തത്തിലേ ഉള്ളൂ. ആ പ്രോട്ടീൻ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബ്ലഡ് കുടിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ബ്ലഡ് എടുത്തുകൊണ്ട് ഭക്ഷണമാകുന്നതല്ല. കുടിക്കുന്ന കൂട്ടത്തിൽ ഈ എല്ലാ കൊതുകിന്റെ ഭക്ഷണം ചെടിയുടെ നീര് തന്നെയാണ്. ഫീമെയിൽ മൊസ്കിറ്റോ മുട്ടയിടുന്ന സമയമാകുമ്പോഴേ നിങ്ങളെ തേടി എടുക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു കൊതുക് നിങ്ങളെ ആക്രമിക്കാറുണ്ട്. കുഞ്ഞു കൊതുകുകൾ ഈ വലിയ രണ്ട് ഏഡിസ് കൊതുക് പൊതുവത്തിൽ കുഞ്ഞാണ്. അതല്ല മെച്യൂരിറ്റി ചെയ്ത കൊതുകാണ് നിങ്ങളെ ആക്രമിക്കുന്നത്. അത് ഫീമെയിലാണ്. സോ ആക്ച്വലി മൊസ്കിറ്റോ ഇസ് നോട്ട് എ പാരസൈറ്റ് ബട്ട് ഇറ്റ് നീഡ് എ ബ്ലഡ് ഫോർ റീപ്രൊഡക്ഷൻ. ഇത് നീഡ് അമിനോ ആസിഡ് അത് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തതാണ് നിങ്ങളുടെ ബ്ലഡ് കുടിക്കുന്നത്. മാമൽസിന്റെ അപ്പൊ നിങ്ങൾ മാമൽസ് പശുവിനെ കുടിച്ചു. പശുവിൻ്റെ അടുത്ത രോഗങ്ങളാണ് അത് കൂത്താൻ വലിയ പാടാണ്. നിങ്ങളാകുമ്പോഴൊക്കെ അല്ലേ ശരീരത്തിൽ രോഗങ്ങളും കുറവ്. പിന്നെ കൊതുക് വളരാനുള്ള സമയത്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കില്ല. വീട് മുഴുവൻ വെള്ളം കെട്ടി വെച്ചേക്കാണ് അല്ലേ. ചെടിച്ചട്ടിക്കകത്ത് വെള്ളം ചേട്ടയ്ക്കകത്ത് വെള്ളം സെപ്പിട്ടാകത്ത് വെള്ളം കിട്ടും. എല്ലാം സ്വാഭാവികമായിട്ടും വല്ല ആടിനെയും പശുവിനെയും തിരക്കി പോണ്ടാവില്ല. മഞ്ഞം തന്നെ കിടക്കുമല്ലേ. ലൈറ്റും ഒക്കെ ഇട്ടു അല്ലേ സൗകര്യമായിട്ട് കിടക്കുകയാണ്. ഇനി എൻഡോ പാരസൈറ്റ് ഉള്ളിൽ വളർന്നതാണ് എൻഡോ പാരസൈറ്റ്. അസ്കാരിസ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫൈലിയറുകളെല്ലാം എൻഡോ പാരസൈറ്റ് ആണ്. അവിടെ പഠിക്കുന്നത് കാണാണ്. അതല്ല എൻഡോ പാരസൈറ്റ് ആണ്. ഇനി ഒന്ന് പഠിക്കും ബ്രൂഡ് പാരസൈറ്റിസ്. ചോദിക്കാം ബ്രൂഡ് പാരസൈറ്റിസ് ഇത് ചോദിക്കണം. ഇത് കാക്കയുടെ കൂട്ടിനകത്ത് ക്രോ കുയിലൊന്നും കൊണ്ടിട്ടുണ്ട് അല്ലേ. കുക്കു ബേർഡ് കുയിൽ. അപ്പം ഇത് തന്നെ കുക്കു ആൻഡ് ക്രോ ഈ ഒരു പാരസൈറ്റിസ് ആണ്. ഇത് കാക്കയുടെ കൂട്ടിൽ കുയിലൊന്നും കൊണ്ടിട്ടുണ്ട്. അപ്പം ആരാണ് പാരസൈറ്റ് ആരാണ് ഹോസ്റ്റ്? കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടും. കുയിലിന്റെ മുട്ട വിരിയിച്ച് കുഞ്ഞാകുന്ന കാക്കയാണ്. ആരാണ് പാരസൈറ്റ് ആരാണ് ഹോസ്റ്റ്? പാരസൈറ്റ് കുയില്, ഹോസ്റ്റ് കാക്ക അല്ലേ. കൊതുക് നിങ്ങളെ കടിക്കുന്നു. നിങ്ങൾ ഹോസ്റ്റും കൊതുക് പാരസൈറ്റും അതുപോലെയാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത അറിയോ? കാക്കയെ കൊണ്ട് തന്റെ മുട്ടയെ അടയിട്ട് വിരിയിപ്പിച്ച് കുഞ്ഞാക്കി ഭക്ഷണം കൊടുത്ത് കെയർ ചെയ്ത് വലുതാക്കി ചെടുക്കുന്നു ആര്? കുയിൽ. അതാണ് കുയില് മുട്ടയിടാൻ വലിയ അല്ല കൂടുകൂട്ടം മണിയനാണ്. കാക്ക മുട്ടയിടുന്ന അതേ സമയത്ത് തന്നെ കുയില് മുട്ടയിടും. കാക്ക കൂട് കൂട്ടുന്ന എവിടെ സ്ഥലത്ത് കുയില് മാറിയിരിക്കും. കാക്ക 2 മുട്ടയിട്ട് പറന്നു പോകുമ്പോഴത്തെ കുയിലിന്നൊരു മുട്ടയുണ്ട്. കാക്ക തിരിച്ചു 3 മുട്ട. പക്ഷെ കാക്കയ്ക്ക് എണ്ണാനറിയില്ല. നഴ്സറി സ്കൂളിൽ പോയിട്ട് കാക്ക സ്വന്തം മുട്ടയാണെന്ന് അടയിരിക്കും. ആദ്യം വിരിയുന്നത് കാക്ക മുട്ടയല്ല കുയിലിന്റെ മുട്ടയാണ്. പ്രകൃതിയുടെ ഇത് അഡാപ്റ്റേഷനാണ്. കുയിലിന്റെ മുട്ടയ്ക്ക് കാക്കയുടെ മുട്ടയുടെ അതേ നിറം, അതേ ഷേപ്പ്, അതേ വലിപ്പം. കാക്ക അടയിരിക്കുന്നു, കുയിൽ മുട്ട വിരിയുന്നു, കുഞ്ഞു വരുന്നു. ആ കുഞ്ഞിന് ആദ്യം തീറ്റ കൊടുത്തത് വലുതാക്കുന്നു. ഇനി ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. ഈ കുയിലിന്റെ മുട്ട വിരിഞ്ഞ് വരുന്ന ആദ്യ കുഞ്ഞ് മറ്റു മുട്ടകൾ തള്ളി താഴെ ഇടുകയും ചെയ്യും ചിലപ്പോഴൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ മറ്റ് ഭക്ഷണം തനിക്ക് കിട്ടാൻ മറ്റേ കുഞ്ഞുങ്ങൾ കമ്പത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം കാക്കയുടെ ഭക്ഷണമെല്ലാം തിന്ന് കാക്ക കുഞ്ഞും കുഞ്ഞും വലുതാകുമ്പോൾ ഉണ്ടാക്കി കാക്ക കുഞ്ഞ് കാകാന്ന് വിളിക്കുമ്പോൾ കുഞ്ഞു കൂക്കുന്ന് വിളിക്കും അല്ലേ. തൊട്ടപ്പെടുത്ത് തള്ള കുയിലവിടെ കാണും, പറന്നു പോയി ചെയ്യും. അപ്പോഴാണ് ഈ കാക്ക വായു എണ്ണം വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയത്തില്ല അന്ധബുദ്ധിയെ പോലെ. ഇതാണ് സംഭവം. ഇത് വഴി ചോദിക്കേ പാട്ടി ബ്രൂഡ് പാരസൈറ്റിസ്. മലയാളം തിരിച്ചാൽ കാക്കയുടെ കൂട്ടിൽ കുയില് മുട്ടയിട്ട് കാക്കയെ കൊണ്ട് മുട്ടയെ വിരിയിപ്പിച്ചെടുക്കുന്ന മേറിനെയാണ് ബ്രൂഡ് പാരസൈറ്റിസ് വിളിക്കുന്നത്. ഇവിടെ കുയിലൊരു പാരസൈറ്റും കാക്ക ഒരു ഹോസ്റ്റുമാണ്. അഡാപ്റ്റേഷൻസ് കാക്കയുടെ മുട്ടയുടെ അതേ നിറം, വലിപ്പം, ആകൃതിയുള്ള കുയിലിന്റെ മുട്ടയാണ് ഇടുന്നത് എന്നൊക്കെയാണ്. അടുത്തത് കൊമൻസാലിസം. എന്താണ് കൊമൻസാലിസം? ഒന്ന് ഗുണം, ഇതിന് ഗുണമില്ല, ദോഷമില്ല. രണ്ടാം ഇന്ററാക്ട് ചെയ്തൊന്ന് ഗുണം, മറ്റൊരു ഗുണമില്ല, ദോഷമില്ല അല്ലേ. നമുക്കറിയാം എക്സാമ്പിൾസ് അതൊക്കെയാണ്. ഒന്ന് എപ്പിഫൈറ്റുകൾ, ഓർക്കിഡുകൾ. നിങ്ങൾ മരത്തിന്റെ മുകളിലൊക്കെ ചെടികൾ ഇരിക്കുമല്ലോ. വാൻഡ, മരവാഴ എന്നൊക്കെ പറയുന്ന ചെടികൾ.
ഇത് ആ ചെടിയിൽ നിന്ന് ഭക്ഷണമൊന്നും വലിച്ചെടുത്തില്ല. അത് പ്രത്യേകം വേര് താഴേക്ക് തൂക്കിയിട്ട് അതിനാണ് ഭക്ഷണം എടുത്തത്. ഇപ്പോൾ ഇവിടെ ഒരു മരവാഴ ഒരു മരത്തിൽ നീക്കുകയാണെങ്കിൽ മരവാഴ അതിന്റെ വേര് ഇങ്ങനെ പോയിട്ട് ഈ ജലമൊക്കെ നമ്മൾ ഈ വേര് വലിച്ചെടുക്കും. വെലാമിൻ റൂട്ട് എന്ന് തന്നെ വിളിക്കുന്നത്. വെലാമിൻ റൂട്ട്. ഈ മരത്തിനകത്ത് ജസ്റ്റ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്, കൊണ്ട് വലിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് മരത്തിന് ഗുണമില്ല, ദോഷമില്ല. എന്നാ വാൻഡയ്ക്കാണെങ്കിൽ വെളിച്ചം കിട്ടുന്നു, ഇരിക്കാൻ സ്ഥലം കിട്ടുന്നു. മരത്തിന്റെ പുറതലത്തിൽ ഉണങ്ങിയിരിക്കുന്ന വേസ്റ്റൊക്കെ തിന്നുകയും ചെയ്യാം. മറ്റത് ബെർണാക്കിൾസ് ഓൺ വെയിൽസ്. ബെർണാക്കിൾ നേരത്തെ പറഞ്ഞ പാറപ്പുറത്തിൽ പിടിച്ചിരിക്കുന്ന ചെറിയ ചിപ്പികൾ. ഈ തിമിംഗലത്തിന്റെ വാലുകളൊക്കെ വരില്ല, അതിനകത്തൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. തിമിംഗലത്തിന്റെ വാലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ ചിപ്പികൾ. തിമിംഗലത്തിന് അതിന് അറിയത്തോലുമില്ല. തിമിംഗലത്തിന്റെ പറക്കുന്നതൊന്നും തിന്നത്തുമില്ല, ജസ്റ്റ് വിട്ടുപിടിച്ചിരിക്കുന്നു. സഞ്ചരിക്കാൻ എനർജിയൊന്നും വേണ്ട, സഞ്ചരിച്ചടങ്ങാം. തിമിംഗലത്തിന്റെ പുറത്ത് അഴുകുന്ന ചെറിയ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ തിന്നാം. അത് തിമിംഗല ദോഷം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്നു, ആ പൊഴിഞ്ഞു വന്ന മുടി തിന്നൊരു ജന്തു തലകളുണ്ടെങ്കിൽ ഇതുപോലെ ദോഷമൊന്നുമില്ല. അത് കാറ്റിൽ എർഗട്ട് ബേർഡ് അല്ലെങ്കിൽ ഗ്രേസിംഗ് കാറ്റിൽ, അത് ഓർമ്മ, അത് പരിശീലിക്കണേ. ഇതാണ് ബെർണാക്കിൾ, പറയേണ്ട കാര്യമില്ലല്ലോ. ബെർണാക്കിൾസ് അത് കാറ്റിൽ എർഗട്ട് ബേർഡ് ആൻഡ് ഗ്രേസിംഗ് പശുവാണ്. ഈ കൊമ്പിന്റെ പുറത്ത് വന്നിരിക്കുന്ന കൊച്ചു കിളികളുണ്ട്, ഒരു ചുണ്ടക്കാരി. ഇതാണ് കാറ്റിൽ എർഗട്ട് ബേർഡ്. ഇതെന്തോ തിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലിനകത്തുള്ള ചെറിയ കീടങ്ങളെയാണ് തിന്നുന്നത്. പുല്ലിനകത്തിന് ചെറിയ കീടങ്ങളാണ് ഈ കിളി തിന്നുന്നത്. പക്ഷെ ഈ കിളിക്ക് ഇന്ന് പുല്ലിനെ ഇളക്കി കീടത്തെ ചാടിച്ചതിനാണ് കഴിവുന്നത്. അത് ഈ പശുവിന്റെ കൊമ്പേ കയറിയിരിക്കും. പശു പുല്ലിൽ നിന്ന് കണ്ടിട്ടുണ്ടോ കാണുന്നത്? അതിങ്ങനെ തട്ടി തട്ടിയാ പോകുന്നത്. എന്താ പറയുക, ഇങ്ങനെ തട്ടി തട്ടി പോകുന്ന അതിനകത്ത് പുഴുക്കളും കീടമുണ്ട്, പറന്നു പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ പശു ഇങ്ങനെ തട്ടി തട്ടി പോകുമ്പോൾ ഒരു കിടം പറന്നു പോകുന്നു, കിടന്നിരിക്കുന്നു. അപ്പൊ പശു ഇങ്ങനെ തട്ടി തട്ടി പോകുന്നത് അതിന്റെ ഒരു രീതിയാണ്. ഒരു കീടം പറന്നു പോയത് ഒന്ന് കിളി തിന്നുകൊണ്ട് പശുവിന് നഷ്ടമില്ല, ലാഭമില്ല. കിളിക്കോ നേട്ടമാണ്, ഫുഡ് കിട്ടി. അതാണ് ഒന്നിന് ഗുണവും മറ്റേതിന് ഗുണമില്ല, ദോഷവും. അതാണ് എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. പിന്നെ സീ അനിമോൺ ആൻഡ് ക്ലൗൺ ഫിഷ്. സീ അനിമോണും ക്ലൗൺ ഫിഷും, അതായത് കടലിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ജന്തുവാണ് സീ അനിമോൺ. ക്ലൗൺ ഫിഷ് എന്ന് അറിയാമല്ലോ, അതിന്റെ നിറമുള്ള നല്ല ഭംഗിയുള്ള ഒരു മത്സ്യമാണ് ക്ലൗൺ ഫിഷ്. ഇത് എവിടെ നേരത്തെ എന്തിനും കാണാം. ആശാന എല്ലാ മത്സ്യങ്ങളും പിടിച്ചു. അപ്പൊ അയാൾ നിന്ന് ഓടി ഒന്നും കിടക്കി. ഈ ടെന്റക്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. ഈ സീ അനിമോണിന്റെ ടെന്റക്കിൾ ഭയങ്കര വിഷമാണ്, സ്റ്റിങ്ങിങ് ഹെയർസ് ആണ്. അതിൻ്റെ അടുത്തോട്ട് ആരും വരത്തില്ല. അതുകൊണ്ട് ക്ലൗൺ ഫിഷ് ഓടിയാതിരിക്കും. പക്ഷെ ക്ലൗൺ ഫിഷിനെ ആ വിഷം ഏക്കത്തില്ല. അതിന്റെ പുറത്ത് ആന്റിബയോട്ടിക്കുണ്ട്, അതിനെ ഏക്കത്തില്ല. പക്ഷേ ഇപ്പൊ തന്റെ ടെന്റക്കിളിന്റെ ഇടയ്ക്ക് ക്ലൗൺ ഫിഷ് വന്നിരിക്കുന്നുണ്ട്. ഈ സീ അനിമോണിന് നഷ്ടമില്ല, നേട്ടമല്ല, കോട്ടമല്ല. പക്ഷെ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് ഗുണമാണ്. ഇതൊരു എസ്കേപ്പിംഗ് മെക്കാനിസമാണ്. ഓക്കെ, സീ അനിമോണും ക്ലൗൺ ഫിഷും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇസ് ആൻ എസ്കേപ്പിംഗ് മെക്കാനിസം. അത് പഠിച്ചോ. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് കോമൺ സയൻസ്. അടുത്ത മ്യൂച്വലിസം. ഇതെല്ലാം ഞാൻ ഒരു തവണ പറയുന്നത്, നിങ്ങൾക്ക് പലവണ അടിച്ചടിച്ച് കാണാം. മ്യൂച്വലിസം ചിഹ്ന പ്ലസ് പ്ലസ് രണ്ടിനും ഗുണം ശരിയല്ലേ. മൈക്കോറൈസ പഠിച്ചുള്ള റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ് ആൻഡ് ഫംഗസ്, രണ്ടിനും ഗുണം. ഫംഗസ് റൂട്ട് കെയറായിട്ട് പ്രവർത്തിക്കും, മരം അതിന് ഫുഡ് കൊടുക്കും. മറ്റൊന്ന് ലൈക്കൻ, ആൽഗയും ഫംഗയും, രണ്ടിനും ഗുണമല്ലേ. ആൽഗ ഫുഡ് ഉണ്ടാക്കി ഫംഗസ് കൊടുക്കും, ഫംഗസ് ജലവിലോണം വലിച്ച് ആൽഗ കൊടുക്കും. രണ്ടും പരസ്പരം താമസിക്കും. പ്ലാന്റും അനിമലും തമ്മിൽ ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ട് അല്ലേ. പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് അനിമൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, പകരം അനിമൽസിന് തേൻ കുടിക്കാൻ കൊടുക്കും. ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ശരിയല്ലേ. പ്ലാന്റ് ഗിവ് നെക്ടർ ടു പോളിനേറ്റർ ആൻഡ് പോളിനേറ്റർ കണ്ടക്ട് പോളിനേഷൻ. പ്ലാന്റും അനിമലും തമ്മിലുള്ള അത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ ആരായിരുന്നു, അനിമലാണ്. അപ്പോൾ
ഒരു കാക്ക ഒന്ന് മാങ്ങ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ മാങ്ങ അത് തിന്നാനും കിട്ടും, അതിന്റെ സീഡ് വിതരണം നടത്തി കിട്ടുകയും ചെയ്യും. ചെടിക്കും ഗുണം കാക്കയ്ക്കും ഗുണം. ഇതൊക്കെയാണ് പ്ലാന്റ് അനിമൽ തമ്മിൽ ഇന്ററാക്ഷൻ. ഓക്കെ, രണ്ട് പ്രത്യേക ഇന്ററാക്ഷൻ പഠിക്കാനുണ്ട്. ഒന്ന് ഫിഗ് ആൻഡ് വാസ്പ. ഫിഗും വാസ്പും. ഫിഗ് എന്ന് വെച്ചാൽ ആൽമരത്തിന്റെ കായാണ്. ആൽമരമാണ് ആൽമരം. ആൽമരത്തിന്റെ കാന്തികളുണ്ട് ഇങ്ങനെയുള്ള ചെറിയ വട്ടമുള്ള കായകൾ. ആലും കവഴും കാക്കയ്ക്ക് വായിക്കുന്നത് കിട്ടില്ല. ഇതൊരു ആൽമരത്തിന്റെ പഴമാണ്. ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കും, ഇത് ആൽമരത്തിന്റെ പൂങ്കുല എങ്ങനെയായിരിക്കും. അതാണ് ഇതിന്റെ പൂങ്കുല എങ്ങനെയല്ലാണ്, പഴം എങ്ങനെയായിരിക്കും. ഈ പൂങ്കുല എന്ന് പറഞ്ഞാൽ ഇത് പൂങ്കുലയാണ്. നിങ്ങൾ ഇതോടെ പൂ ഈ തണ്ടിലാണ് ഇത് കീറി കഴിഞ്ഞെങ്കിൽ തുണി കിടക്കാൻ ഒരു ദ്വാരമാണ്. ഇതിനകത്താണ് പൂക്കളിരിക്കുന്നത്. ഇത് ഹൈപ്പാന്തോഡിയം എന്നാണ് പറയുന്നത്, പഠിക്കാനില്ല. ഹൈപ്പാന്തോഡിയം. ഈ ദ്വാരത്തേക്ക് ഇവിടെ ഒരു കീടം അകത്ത് ഇറങ്ങിയിട്ട് കോർഡിനേഷൻ ആണ്. ഇവിടെയൊക്കെ പെൺപൂക്കൾ, ഇവിടെ ആൺപൂക്കളും ഇവിടെ പെൺപൂക്കളൊക്കെ ഇരിക്കുന്നു. പിന്നെ അകത്തോട്ട് കീടങ്ങളൊന്നും ഇറങ്ങി കോർഡിനേഷൻ നടത്തി കൊടുക്കത്തേക്ക്. അപ്പോൾ ഒരു ചെറിയൊരു വാസ്പുണ്ട്. ചെറിയ വാസ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കടന്തൽ, ചെറിയൊരു കടന്തല. ഈ കടന്തൽ അതിന് അകത്തോട്ടം ഇറങ്ങി ഇതിനകത്ത് ഓടിയാണ് കോർഡിനേഷൻ നടത്തിയതിനു ശേഷം ചെറു മുട്ടയിൽ മുട്ട ഇട്ടിട്ടു. എന്നിട്ട് ഈ വാസ്പം പറഞ്ഞു മുട്ട അവിടെ കിടന്ന് വിരിഞ്ഞ് പുഴുവാകും. മുട്ട വിരിഞ്ഞ് പുഴുവാകും. അപ്പോഴേക്കും കോർഡിനേഷൻ നടത്തിയതുകൊണ്ട് ഇത് ഫ്രൂട്ടായി മാറും. ഇതാണ് ഫ്രൂട്ടായി മാറും. അപ്പൊ ഇതിനകത്ത് ധാരാളം സീഡ്സ് കാണും. ഓക്കെ, പുഴുകൾ കുറെ സീഡൊക്കെ തിന്നും വലുതായി വാസ്പായി ഇത് തുരന്ന് പറന്നു പോകുന്നു. എന്നിട്ട് ഞാൻ പറയാം, ആൽമരം ഫിഗിന്റെ ഫ്രൂട്ടിനെ ഹൈപ്പാന്തോടി എന്നാണ് വിളിക്കുന്നത്. അതിനകത്ത് ഫ്ലവറിനെ പൂങ്കുലയാണ് അതിനെ വിളിക്കുന്നത് ഹൈപ്പാന്തോടിയും. അത് പ്രത്യേക ബോളാകുന്നിരിക്കുക ഒരു ചെറിയ ദ്വാരവും കാണും. ഒരു വാസ്പ അതിനകത്തൂടെ അതിനകത്തിറങ്ങി അതിനകത്തുള്ള പൂക്കളെല്ലാം പോളിനേഷൻ നടത്തി കൊടുക്കുകയും മുട്ടകൾ ഇടുകയും ചെയ്യും. പോളിനേഷൻ നടന്നതുകൊണ്ട് ഈ പൂങ്കുല പിന്നെ പഴമായി മാറും. അതിനകത്ത് സീഡ്സും ഫ്രൂട്ടും ഒക്കെ ഉണ്ടായിരിക്കും. സീഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. മുട്ട കഴിഞ്ഞുണ്ടായ പുഴുക്കൾ ഈ സീഡ്സ് ഒക്കെ തിന്ന് വലുതായി മെറ്റമോർഫോസ് നടത്തി വാസ്പായി പറന്നു. രണ്ടും ഗുണമല്ലേ? ആൽമരത്തിന് പോളിനേഷൻ നടത്തി കിട്ടി, വാസ്പിന് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി പറന്നു പോകാൻ കഴിയും. നേട്ടമല്ലേ? ഇത് പക്ഷേ ചോദിക്കുന്നതാണ്, ഒരുപാട് ചോദിച്ചാണ് ഇങ്ങോട്ട് പഠിച്ചത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഫിഗ് ആൻഡ് വാസ്പ് lay egg inside the flower inflorescence and that develop into caterpillar which eat seeds and help for development. എന്നിട്ട് ഡെവലപ്പ് ചെയ്ത് പുറത്തു പുസ്തകത്തിലുള്ള പാഠമാണ്. ഇനി മറ്റൊന്നാണ് ഒരു ഓർക്കിഡാണ് ഒഫ്രിസ്. ഒഫ്രിസ് എന്നൊരു മെഡിറ്ററേനിയൻ ഓർക്കിഡും പിന്നെ ബംബിൾ ബീയും ഉണ്ട്. ഒഫ്രിസ് എന്നൊരു മെഡിറ്ററേനിയൻ ഓർക്കിഡും ഉണ്ട്, ബംബിൾ ബീയും. ഇതാണ് ഒഫ്രിസ് എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ ഓർക്കിഡ്. ചെറിയ അതിന്റെ പൂവായിരുന്നു പൂ. അവിടെ ഒരു ബി ഉണ്ട്, അതിനൊരു ബംബിൾ ബി ഈച്ച. ഇത് ഒഫ്രിസ്. ഈ ബംബിൾ ബി പറന്നു വരുമ്പോൾ വിചാരിക്കും ഇത് പെൺ ഈച്ചയാണെന്ന് വിചാരിക്കും. പെണ്ണീച്ചയാണെന്ന് വിചാരിക്കും, കാരണം എന്റെ ആകുന്ന ഈച്ച പോയി അല്ല. അപ്പൊ ഇയാൾ ഓടി വന്നിട്ട് പെണ്ണീച്ചയാണെന്ന് പറയുന്നത് ഈ പൂവുമായിട്ട് ഇണ ചെയ്തു. ഈ പൂവ് പെണ്ണീച്ചയാണെന്ന് ധരിച്ച് ഇയാൾ അതുമായിട്ട് ഇണ ചെയ്തു, തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. അതിനെ സെക്ഷൽ ഡിസീറ്റ് എന്നാണ് പറയുന്നത്. സെക്ഷൽ ഡിസീറ്റ് ചതിയാണ്, ലൈംഗികപരമായ ചതിയാണ്. One petal resemble like a female bee in size and appearance,
ആൻഡ് ഈവൻ പ്രൊഡ്യൂസ് ഫിറമോൺ. അത് പഠിക്കാനില്ല, പുസ്തകമുള്ളതല്ല. ദ മെയിൽ ബി കണ്ടക്ട് സ്യൂഡോ കോപ്പുലേഷൻ. ഞാൻ സെക്ഷൽ ഡിസീസ് ആദ്യം എഴുതാം. അടുത്തത് സ്യൂഡോ കോപ്പുലേഷൻ. കോപ്പുലേഷൻ ഇണചേരൽ, തെറ്റായ ഇണചേരൽ നടത്തും. ഇത് കണ്ടക്ട് സ്യൂഡോ കോപ്പുലേഷൻ ആൻഡ് വെൻ പോളൻസ് അറ്റാച്ച് ഇൻ ദിസ് ഷേപ്പ് പറഞ്ഞത്. അത് അടുത്ത പോകണമെങ്കിൽ വീണ്ടും അവിടെ ചെന്ന് ഇവിടെ ചെന്ന് സ്യൂഡോ കോപ്പുലേഷൻ നടത്തും. അപ്പൊ ഇതിനകത്ത് ഇവിടെ പറ്റും, പോളങ്ങനെ ഇവിടെ പറ്റും. ഒരു പൂവിൽ ചെന്ന് പോപ്പുലേഷൻ നടത്തുമ്പോൾ പോളങ്ങനെ പറ്റും, അടുത്ത പൂവിൽ ചിലപ്പോൾ അവിടെ കൊണ്ടുപോകും പോളങ്ങനെ, അല്ലേ? ഇങ്ങനെ ലൈംഗികപരമായിട്ടുള്ള ഒരു ചതി നടത്തിക്കൊണ്ടാണ് ഈ പൂക്കള് പോളിനേഷൻ നടത്തുന്നത്. മനസ്സിലായാലും സെക്ഷൽ ഡിസീറ്റ് സ്യൂഡോ പോപ്പുലേഷൻ പരിശോധിച്ചിട്ടുണ്ട്. ഇവിടെ ആർക്കും ഗുണം? രണ്ടിനും ഗുണമാണ്. പൂക്കൾക്ക് പോളിനേഷൻ നടത്തി കിട്ടി, ഈച്ചയ്ക്കാണെങ്കിലും ഈ ദളങ്ങളുമായിട്ട് ഒരു കോപ്പറേഷൻ നടത്തിയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടി. ഇത് ബോത്ത് ആർ ബെനിഫിറ്റഡ്. ശരിയല്ലേ? അതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് പുസ്തകം നോക്കുന്നുണ്ട്. നോട്ട് തയ്യാറാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.